ബിന്ദുരാജ്, എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1621 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ സന്തോഷ് കുമാർ, MD, ഇപ്പോൾ PhD ചെയ്യുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ലൈഫ് കെയർ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ നടത്തുന്നു. അതിൻ്റെ ഡയറക്ടറാണ്. അതുകൂടാതെ ദുബായിലും പ്രാക്ടീസ് ചെയ്യുന്നു. 10 ദിവസം ദുബായിലും 10 ദിവസം തിരുവനന്തപുരത്തുമായി ഇങ്ങനെ പറന്നു നടന്ന് പ്രാക്ടീസ് ചെയ്യുന്ന, ഭാവിയിൽ ധാരാളം പേർ അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ സന്തോഷ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ദന്തരോഗ ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്നാണ്. അപ്പൊ സമീപകാലത്താണ് ഒരുപക്ഷെ IFPH ആയിരിക്കും അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്തത്. ഹോമിയോപ്പതി പുതിയ സാധ്യതകൾ തേടുന്നു, പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്നു എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. എന്ന് പറഞ്ഞാലും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നൊരു കാര്യം നമ്മളെപ്പോഴും ഓർമ്മിക്കണം. ഈ ഒരു കാര്യം ഹനുമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഹോമിയോപ്പതി ഇത്ര കാലം കണ്ടുപിടിച്ചില്ല എന്നുള്ളത് അത് ഹനുമാന്റെ വാചകം തന്നെ ഉണ്ട്. എന്തായാലും നമുക്കറിയാം പല്ലിന്റെ പ്രാധാന്യം. ചെറുശ്ശേരി പറഞ്ഞതുപോലെ പല്ലവം പൂണ്ടൊരു മുല്ലയാം വല്ലിമേൽ ഉല്ലാസമൊട്ടുകൾ എന്ന പോലെ ഈ കൃഷ്ണന്റെ വായിക്കകത്ത് പല്ല് വന്നപ്പോൾ പല്ലിന്റെ മനോഹാരിതയെ കുറിച്ച് പറഞ്ഞേക്കാം. അപ്പൊ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് പല്ലുകള്. ഹോമിയോപ്പതി അതുകൊണ്ട് തന്നെ അതിനും പ്രാധാന്യം കുറയ്ക്കുന്നില്ല. ഈ വിഷയത്തിലേക്ക് നമ്മുടെ ബഹുമാന്യനായ സന്തോഷ് കുമാർ ഡോക്ടർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സന്തോഷ്. ഗുഡ് ആഫ്റ്റർനൂൺ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്ത് മനോജിന് 1000 നമസ്കാരം. മനോജ്, കഴിഞ്ഞ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദന്ത ചികിത്സയിൽ നമ്മുടെ പ്രാധാന്യം. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അത് പ്രധാനമായും ഇന്ന് ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്നുള്ളത്, കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, PMS ഡെന്റൽ കോളേജ് എന്ന് പറഞ്ഞ ഡെന്റൽ കോളേജ് തിരുവനന്തപുരത്തുണ്ട്. അവിടെ ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി. ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് PMS ഡെന്റൽ കോളേജിലേക്ക് തുടങ്ങാം, അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. കാരണം PMS ഡെന്റൽ കോളേജിൻ്റെ മാനേജ്മെന്റ് ആണ് ഞാൻ അബുദാബിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന താഹ മെഡിക്കൽ സെന്റർ. അതിൻ്റെ ഓണറാണ് നമ്മുടെ ക്ലിനിക്കിൻ്റെയും ഓണർ. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം 22 വർഷമായി ഞാൻ താഹ മെഡിക്കൽ സെന്ററിൽ വർക്ക് ചെയ്യുകയാണ്. അതൊരു വലിയ ക്ലിനിക്കാണ് വിത്ത് ഓൾ സ്പെഷ്യാലിറ്റീസ്. അതിൽ ദന്ത വിഭാഗം എന്ന് പറയുന്നത് ഏകദേശം 9 ചെയറുള്ള ഒരു മെഡിക്കൽ ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ. അപ്പം ആദ്യകാലങ്ങളിൽ ഞങ്ങൾ അവിടെ, ഞാനൊരു ആയുർവേദ ഡോക്ടർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ആ മെഡിക്കൽ സെന്ററിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈല് വളരെ മോശമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആസ് എ ഹോമിയോപ്പതി നമ്മുടെ പ്രൊഫൈല് വളരെ മോശമായിരുന്നു അന്നത്തെ കാലത്ത്. അത് നമ്മുടെ എല്ലാവരുടെയും അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വളരെ ചുരുക്കം വന്ന ഹോമിയോ ഡോക്ടേഴ്സ് എല്ലാവരുടെയും വളരെ കഷ്ടപ്പാടും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്ന് നമുക്ക് ഏറ്റവും നല്ലൊരു പേര് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. താഹ മെഡിക്കൽ സെന്ററിൽ തന്നെ ഇപ്പം ശരിക്കും നല്ലൊരു പേരാണ് നമ്മുടെ ഹോമിയോപ്പതി സിസ്റ്റത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളായി ഹോമിയോപ്പതി കഴിക്കുന്ന കുറേ പേഷ്യൻസിന് അവർക്ക് ആന്റിബയോട്ടിക് കഴിക്കാൻ താല്പര്യമില്ല. ദന്ത ചികിത്സയ്ക്ക് വരുന്ന അനേകായിരം പേഷ്യൻസ് അവര് പലപ്പോഴും ഒരു ആന്റിബയോട്ടിക് കഴിക്കാതെ തന്നെ അവരുടെ അസുഖം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ അവിടുത്തെ ഡോക്ടർമാർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്ന് ചോദിക്കും, ഡോക്ടറെ ഇതെങ്ങനെയാണ്, അവർ ആന്റിബയോട്ടിക് കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, പല്ല് വേദനയായിട്ട് വരുന്നു, ജിഞ്ചൈവൈറ്റിസിന് വരുന്നു, ഇവരെല്ലാം ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചിട്ട് അവർക്ക് സുഖം കിട്ടുന്നുണ്ട്. അപ്പം ഇതിൽ ഡോക്ടർ താഹ എന്ന് പറയുന്ന ചെയർമാൻ, അദ്ദേഹം ഒരു ഡോക്ടർ കുടുംബത്തിലാണ്. വൈഫ് പതോളജിസ്റ്റ് ആണ്, മകൻ ഡെന്റൽ ഡോക്ടർ തന്നെയാണ്, മകൾ MBBS കഴിഞ്ഞ ഡോക്ടറാണ്. അപ്പോൾ അവരെല്ലാം കഴിഞ്ഞ ഒരു 5-6 വർഷം കൊണ്ട് ഹോമിയോപ്പതിക് മെഡിസിൻസ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡിസീസ് കണ്ടീഷൻസിനും ഹോമിയോപ്പതിക് മെഡിസിൻസ് ആണ് കഴിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഹോമിയോപ്പതിക് ഒരു സെന്റർ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ തുടങ്ങാം എന്ന് നമ്മൾ തീരുമാനിച്ചത്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഹോമിയോപ്പതിക് മെഡിക്കേഷൻസ് കൊടുത്ത് ദന്ത വിഭാഗത്തിൽ നമുക്ക് അനന്ത സാധ്യതയാണുള്ളത്. നമ്മൾ വെറുതെ ഒരു ടൂത്ത് ഏക്കിന് ക്യാമമുല്ല,
അല്ലെങ്കിൽ കൽക്കേറിയ ഫൂസ് അങ്ങനത്തെ മെഡിസിൻസ് കൊടുക്കുന്നതിൽ ഉപരി ഒരുമാതിരിപ്പെട്ട മെഡിസിൻസിന് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്ത പേഷ്യൻസ് അവരുടെ ബ്ലീഡിങ് ഒരു പോസ്റ്റ് എക്സ്ട്രാക്ഷൻ ബ്ലീഡിങ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് വിത്തൗട്ട് ഗിവിങ് എനി അതർ മെഡിസിൻ. അവരുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പല്ലിൻ്റെ ഒരു 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 എന്താ വരുന്നത് നമ്മുടെ പോഡ് അങ്ങനത്തെ കണ്ടീഷൻസ് എല്ലാം കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് പറ്റുന്നത് നമുക്ക് പ്രിവെൻഷനാണ്. ടൂത്ത് ഡീക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ജിഞ്ചൈവൈറ്റിസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും വിത്ത് സോ മച്ച് ഓഫ് മെഡിസിൻസ് ആർ ദർ. അപ്പൊ എൻ്റെ ഇന്നത്തെ എയിം എന്ന് പറയുന്നത് മനോജ് പറഞ്ഞതുപോലെ മെഡിസിൻ പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ ആ ഡെന്റൽ കോളേജിൽ ഞാൻ പ്രസന്റ് ചെയ്ത ആ പ്രസന്റേഷൻ ഞാൻ ഒന്ന് ഇവിടെ കാണിക്കാൻ പോവാണ്. എനിക്ക് മനോജ് എനിക്ക് ഇത് ഷെയർ ചെയ്യാമല്ലോ. ഓക്കെ. ശരിക്കും ഈ ഡോക്ടർ താഹ ഒരു 3 വർഷം മുമ്പ് IFPHന്റെ പ്ലാറ്റ്ഫോമിൽ വരികയും ഈ കാര്യം ഇങ്ങോട്ട് പറയുകയും ചെയ്തതാണ്, ഹോമിയോപ്പതി ക്ലിനിക്ക് തുടങ്ങാം. അല്ല, അതില് അന്ന് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ ഇഹിയ ഡോക്ടറുടെ പരിശ്രമ ഫലമായാണ് അദ്ദേഹം വന്നത്. അതെ, ഇഹിയ ഡോക്ടർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ്. അതെ, അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ വന്നു, അങ്ങനെ പറഞ്ഞു. ഞാൻ ഉണ്ടായിരുന്നു ആ സമയത്ത് അബുദാബിയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിംസിലെ നജീബ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന്, പക്ഷെ അതിന്റെ പുറകെ പോകാനോ ഇനീഷ്യേറ്റീവ് എടുക്കാനോ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അതിലിപ്പോ ഇത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് 1.5 വർഷമായി. അതെ, പുറകെ പോയി കുറെ ഇനിയിപ്പം ഓപ്പൺ ആകുന്ന എന്നാണെന്ന് പറയാനൊക്കില്ല, ബട്ട് സ്റ്റിൽ ദ പ്രോസസ് ഇസ് ഗോയിങ് ഓൺ. അപ്പൊ ഞാൻ അവിടെ പ്രസന്റ് ചെയ്തത് എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇതില് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊടുത്തിട്ട് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇപ്പം ഇന്ന് സർവ്വസാധാരണമായി കണ്ടുവരുന്നതാണ്. ഇന്ന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി മാറി. ഇവൻ പല മെഡിക്കൽ സെന്ററുകളിലും അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ ഒരു സർക്കുലർ വന്നു, അനാവശ്യമായി ആന്റിബയോട്ടിക് ഉപയോഗിക്കാൻ പാടില്ല. അത്രമാത്രം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വന്നതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ ഞാൻ മുൻകൂട്ടി പോയത്. എൻ്റെ ടോപ്പിക് ഇതായിരുന്നു, സസ്റ്റൈനബിൾ ഇന്റഗ്രേഷൻ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ടു പ്രിവെന്റ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അപ്പൊ അതില് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡോക്ടർ ഈ ചെയർമാനായ ഡോക്ടർ താഹ ആയിരുന്നു. വിച്ച് അദ്ദേഹത്തിന്റെ വാക്ക് കുറച്ചൊന്ന് കേട്ടോളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടോ മനോജ്? There is very safe homeopathic medicines available, which we are not used to. And we know the problems of taking antibiotics or anti-inflammatory or analgesics and the side effects of having the antibiotic. About this, I think we can give an awareness to our doctors about the possibility of homeopathic medicines to prevent the antibiotic resistance and avoid modern medicines. ഞാൻ ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഇത്രയും വിശദമായി കഴിഞ്ഞ 4-5 വർഷമായി ഞാൻ ഹോമിയോപ്പതി, ഞാനും എൻ്റെ ഫാമിലിയും ഹോമിയോപ്പതിക് മെഡിസിൻസ്, ഒരു സ്ഥാപനത്തിന്റെ ചെയർമാൻ നമുക്ക് അനുകൂലമായി ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ മോഡേൺ മെഡിസിൻ ഫെയിൽ ചെയ്തെടുത്താണ് ഞാൻ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് ഓഫ് ദാറ്റ് ട്രീറ്റ്മെന്റ് ഇന്നിപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. ഇതാണ് തുടക്കം അദ്ദേഹം പറഞ്ഞത്, വിച്ച് വാസ് നമുക്ക് ഒരു വളരെ ഒരു അംഗീകാരമാണ് അവിടെ നിന്ന് കിട്ടിത്തുടങ്ങിയത്. ഓക്കെ. അതിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തത് ഇതാണ്. ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ഹ്യൂമൻ ബീയിങ്സും മൈക്രോ ഓർഗാനിസംസും തമ്മിലൊരു ബാറ്റിൽ നടക്കുകയാണ്. എന്തിനാ ബാറ്റിൽ? ബിക്കോസ് ഓഫ് ടു കോസ് ഇൻഫെക്ഷൻ ആൻഡ് ഡിസീസ് ഇൻ ഹ്യൂമൻസിന് മാത്രമല്ല, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഏൻഷ്യൻ കൾച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ പല സിവിലൈസേഷൻസ് പല രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ചൈനക്കാര് നമ്മുടെ മഡ് ഉപയോഗിക്കുമായിരുന്നു. ഈ പൂപ്പല് വന്ന ബ്രെഡ്
ഒരു ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്ത് ആ വൂൺസിലേക്ക് വെച്ചിട്ട് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഈജിപ്ഷ്യൻസ് ഉപയോഗിക്കുമായിരുന്നു. പിന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ ബ്ലഡ് ലെറ്റിംഗ്, അതൊരു പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആയിരുന്നു അറ്റ് ദാറ്റ് ടൈം. ഈവൻ ഹനുമാൻ വാസ് നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ് വൺ, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അത് ബാലൻസ് റീസ്റ്റോർ ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് ഈ ബ്ലഡ് ലെറ്റിംഗ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനൊരു സയന്റിഫിക് എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തിരുന്നു അന്നത്തെ കാലത്ത്. അതിനുശേഷം ഡിസ്കവറി ഓഫ് ആന്റിബയോട്ടിക്സ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മോഡേൺ മെഡിസിൻ ഡെവലപ്മെന്റ് ചെയ്യാനും പിന്നെ അത് നമ്മുടെ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാനും സഹായിച്ചു. അതിൽ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് സിഫിലിസ് ട്രീറ്റ്മെന്റിന് സൽവർസൻ, നമ്മുടെ ആഴ്സനിക്കം വെച്ചിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ്. അത് 1910 പോൾ എൻറിച്ച് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് അത് കണ്ടുപിടിക്കുകയും അതിന്റെ ഫലമായിട്ട് സിഫിലിസ് ട്രീറ്റ്മെന്റ് വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റി. പക്ഷേ അതിന് കുറച്ച് ഇമ്പാക്ട്സും ഉണ്ടായിരുന്നു. കാരണം ആഴ്സനിക്കം എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് കുറെ ദോഷം ബോഡിക്ക് ചെയ്യുന്നതായിട്ട് പിന്നീട് തെളിഞ്ഞു. പക്ഷേ അതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് സിഗ്നിഫിക്കൻ്റ്ലി സിഫിലിസ് റിലേറ്റഡ് ഡെത്ത്സ് കുറയ്ക്കുകയും പിന്നെ ഇതാണ് മോഡേൺ ആന്റിബയോട്ടിക് ഡെവലപ്മെന്റിന് വേണ്ടി വഴി തെളിയിച്ചത് ഇതാണ്. ഓക്കെ, കീമോതെറാപ്പിയുടെ ടാർഗറ്റഡ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ രണ്ടാമത് വന്നത് 1928 നമ്മുടെ മിറക്കിൾ ഡ്രഗ് എന്ന് പറയുന്ന പെൻസിലിൻ അലക്സാണ്ടർ ഫ്ലെമിൻ കണ്ടുപിടിക്കുന്നതാണ്. അദ്ദേഹം ഒരു ഡിസ്കവറി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പെട്രി ഡിഷസിന്റെ സൈഡിൽ ഉള്ള കുറച്ച് ബാക്ടീരിയാസ് നശിച്ചു പോകുന്നു വിത്ത് എ മോൾഡ്. അത് മോൾഡിൽ വെച്ച് നശിക്കുന്നു. അതുവഴിയാണ് ഇതിന്റെ കണ്ടുപിടുത്തം. അത് വളരെ നല്ല രീതിയിൽ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിലെ സോൾജിയേഴ്സിനെ സഹായിക്കുകയും അവർക്ക് ഇൻഫെക്ഷൻസും ന്യൂമോണിയ ലൈക്ക് വളരെ വലിയ ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നതെല്ലാം ക്യൂർ ചെയ്യുകയും ചെയ്തു. ഇതൊരു പ്രധാനപ്പെട്ട റവല്യൂഷണറി ഡിസ്കവറി ആയിരുന്നു മോഡേൺ മെഡിസിനകത്ത് ഉണ്ടായത്. അത് റവല്യൂഷനൈസ് ചെയ്തു, മെഡിസിനെ റവല്യൂഷനൈസ് ചെയ്തു. അത് ഫസ്റ്റ് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ആയിരുന്നു. മില്യൺസ് ഓഫ് പീപ്പിളിനെ സേവ് ചെയ്തു. ആൻഡ് ദിസ് ഹാസ് ട്രാൻസ്ഫോംഡ് ഫാർമക്കോളജി. മോഡേൺ ആന്റിബയോട്ടിക് ഡെവലപ്മെന്റിനെ സഹായിച്ചു. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഒരു പെൻസിലിൻ ഈ മോൾഡ് നമ്മൾ ബ്രെഡിൽ വെച്ച് വരുന്ന മോൾഡാണ്. അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ പെൻസിലിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പണ്ട് നമ്മുടെ ഏൻഷ്യൻ സിവിലൈസേഷനിൽ ഈജിപ്ഷ്യൻസും അവരും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മോൾഡ് ബ്രെഡിന്റെ ഊണ്ടിൽ വെച്ച് അവരത് ട്രീറ്റ് ചെയ്തിരുന്നത് ആണ് ശരിക്കും പെൻസിലിൻ എന്ന് പിന്നീട് മനസ്സിലായി. ഈ ടൈം ലൈൻ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ആന്റിബയോട്ടിക് ഡിസ്കവറി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 1910 സ്റ്റാർട്ട് ചെയ്തെങ്കിലും 1930 മുതൽ 1970 വരെ പല രീതിയിലുള്ള ആന്റിബയോട്ടിക്സും കണ്ടുപിടിച്ചു. അതിൽ ഏറ്റവും പ്രധാനം ഗോൾഡൻ ഏജ് ഓഫ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് 1950 മുതൽ 1970 ആണ്. അതിനുശേഷം അതിനൊരു ഡിക്ലൈൻ വന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഡിക്ലൈൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി തന്നെയാണ്. അതുകൊണ്ട് ഉപയോഗമില്ലാതെ വരികയായിരുന്നു. ഈവൻ ദോ ഈ അലക്സാണ്ടർ ഫ്ലെമിൻ 1928 ആന്റിബയോട്ടിക് അല്ലെങ്കിൽ പെൻസിലിൻ കണ്ടുപിടിച്ചു എങ്കിലും 1945 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുകയും ആ നോബൽ പ്രൈസ് വാങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിൽ പ്രത്യേകം പറഞ്ഞിരുന്ന പ്രസ്താവന എന്ന് പറയുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അപ്പോഴും തന്നെ റെസിസ്റ്റന്റ് ആയി കഴിഞ്ഞു. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുമ്പോൾ തന്നെ റെസിസ്റ്റന്റ് ആയി കഴിഞ്ഞു. ഇത് പിന്നെ അതർ ആന്റിബയോട്ടിക്സ് പിന്നെ കണ്ടുപിടിച്ചു. അപ്പൊ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇപ്പോഴുള്ള ജേംസ്, നമ്മൾ ഏത് ടാർഗറ്റ് ചെയ്യുന്ന ജേംസോ അതിനെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ അത് ഓവർകം ചെയ്തു. ആ ജേംസ് അതിനെ ഓവർകം ചെയ്ത് വീണ്ടും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. നമ്മുടെ ഈ റെസിസ്റ്റൻസിനെ കൊണ്ട് നമ്മൾ എന്തിനാ ഇത്രയും വലിയൊരു കൺസേൺ ആകുന്നത്? ദാറ്റ് ഈസ് അനദർ ക്വസ്റ്റ്യൻ.
അത് പ്രധാനമായിട്ടും ട്രീറ്റ്മെന്റ് ഫെയിലിയർ. സെവറൽ കേസസ് നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പല പേഷ്യൻസും സെപ്റ്റിക് സീമിയ അടിച്ച് മരിക്കുന്നുണ്ട്. ബിക്കോസ് ഹയസ്റ്റ് ആന്റിബയോട്ടിക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇപ്പോഴൊരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ എന്തോ വന്നതിന് ശേഷം ആ ഒരു ആന്റിബയോട്ടിക്കും ഇപ്പോൾ പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോയി, ബോഡി മാറിപ്പോയി. അപ്പം ഈ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ കമ്മ്യൂണിറ്റി മുഴുവൻ സ്പ്രെഡ് ചെയ്യുകയാണ്. റെസിസ്റ്റന്റ് ആയിട്ടുള്ളത്, വേറെ മെഡിസിൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അറ്റ് കോസസ് ഇൻക്രീസ്ഡ് മോർട്ടാലിറ്റി റേറ്റ്സ്, മരണസംഖ്യ കൂട്ടുന്നു. ആൻഡ് ലോ ലെവൽ റെസിസ്റ്റൻസ് അൺഡിറ്റക്റ്റ് ആയിട്ട് വേറെ കുറേ ആളുകളുണ്ട്, അവർക്ക് ഒരു രീതിയിലും ആന്റിബയോട്ടിക് എഫക്റ്റ് ചെയ്യാത്ത ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പം ആ പണ്ടത്തെ പോലെയല്ല, മെഡിക്കൽ ഷോപ്പിൽ പോയി മെഡിസിൻ വാങ്ങിക്കുന്നു, ആന്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അത് കുറേ മാറ്റം വരുന്നുണ്ട്. ദാറ്റ് വിൽ ആഡഡ് ബേർഡൻ ഓൺ ഹെൽത്ത് കെയർ കോസ്റ്റ് ഓൾസോ. ഹെൽത്ത് കെയറിലും അത് ഒരു ആഡഡ് ബേർഡൻ ആണ്. എന്നിട്ട് ഇപ്പം നമുക്ക് തോന്നുന്നത് പ്രീ ആന്റിബയോട്ടിക് ഇറയിലേക്ക് പോയി കളയുമോ എന്നൊരു പേടിയാണ് ഇപ്പം എല്ലാവർക്കും. അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് ഇത്രയും വലിയൊരു കൺസേൺ ആയിട്ട് ഈവൻ അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിനിലെ ഡോക്ടേഴ്സും ഗവൺമെന്റ് തന്നെ ഇപ്പം ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് വരുന്നത്. ഇനി നമ്മുടെ ഒരു ടൈം ലൈൻ ഓഫ് ആന്റിബയോട്ടിക് ഡിപ്ലോയ്മെന്റ് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ആന്റിബയോട്ടിക് ഏതൊരു ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചാലും വിത്തിൻ ഒരു 5 മുതൽ ഒരു 7 വർഷത്തിനകത്ത് അല്ലെങ്കിൽ വിത്തിൻ 2 ഇയേഴ്സിനകത്ത് തന്നെ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് ഈ തരത്തിലുള്ള ആന്റിബയോട്ടിക്കിന്റെ കാരണം കൊണ്ട് അത് റെസിസ്റ്റന്റ് ആയി കഴിയുന്നു. ഓക്കെ, എന്നിട്ട് പുതിയ പുതിയ ജേംസ് വരുന്നത് ഒന്നും ഇതിനെ കില്ല് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അതിന് റെസിസ്റ്റൻസിനെ കണ്ടെയ്ൻ ചെയ്യാൻ നമുക്ക് എന്തൊരു സ്ട്രാറ്റജി ഉണ്ട്? ഐദർ വി ഹാവ് ടു ഗോ വിത്ത് ന്യൂവർ ആന്റിബയോട്ടിക്സ് വിച്ച് ഇസ് നോട്ട് പോസിബിൾ, കാരണം മാക്സിമം എത്തിക്കഴിഞ്ഞു. ഇനി പുതിയ പുതിയ ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ച് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം വളരെ കരുതലോടെ ചെയ്യുക. അല്ലെങ്കിൽ വി ഹാവ് ടു ഗോ വിത്ത് ശരിക്കും ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ് അപ്രോച്ചസ് ഉണ്ട്, പക്ഷെ അതൊന്നും ആരും മേക്ക് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഇതിപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ അതിന് കുറേ ഉപയോഗം കിട്ടും. പിന്നെ ഇപ്പോഴൊരു ട്രെൻഡാണ്, പേഷ്യൻസ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിലേക്ക് വളരെ നല്ല രീതിയിൽ മാറി തുടങ്ങി. അതിൻ്റെ കാരണം ശരിക്കും ആളുകൾ ഇന്ന് ബോധവാന്മാരായി കഴിഞ്ഞു. അവർക്ക് സൈഡ് എഫക്റ്റിനെ പറ്റി മറ്റു കാര്യങ്ങളിലും വളരെ ബോധവാന്മാരായതുകൊണ്ട് ദേ ആർ കമ്മിങ് ടു അനദർ സിസ്റ്റം ഓഫ് ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ അവർ വേറൊരു ഓൾട്ടർനേറ്റീവ് തെറാപ്പി അവർ താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. ഹോമിയോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ സെക്കൻഡ് ലാർജസ്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ ഇൻ ദ വേൾഡ് അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ആൻഡ് റീസെന്റ് നമ്മുടെ ICMRന്റെ ഒരു ആനുവൽ ഇത് ലോക്സഭയിലെ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ വെച്ചതാണ്. അതിനകത്ത് പറയുന്നത് ഹോമിയോപ്പതി ഈസ് ഗ്രോയിങ് ഫാസ്റ്റർ ദാൻ ആയുർവേദയും യുനാനിയെക്കാളും വളരെ ഫാസ്റ്റായിട്ട് ഹോമിയോപ്പതി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. അതിൽ ആനുവൽ ഗ്രോത്ത് റേറ്റ് 26.3% ഇൻ ദ പാസ്റ്റ് ഇയർ. ഇൻഷുറൻസ് കമ്പനീസും ഇപ്പം നമ്മുടെ സിസ്റ്റം ഓഫ് മെഡിസിൻസ് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, എല്ലാ മെഡിസിൻസും എടുക്കുന്നത് നേച്ചറിൽ നിന്നാണ്, ക്ലോസർ ടു നേച്ചർ. ഇത് വളരെ ചീപ്പാണ്. ഇപ്പം ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുണ്ടെങ്കിൽ പോലും കമ്പയറബിളി ഇറ്റ് ഈസ് ചീപ്പർ, വെരി ഇഫക്റ്റീവ്. ഒരു കൺവെൻഷണൽ തെറാപ്പിയെ പോലെ ഒരു രീതിയിലുള്ള ഇൻവേസീവ് തെറാപ്പി ഒന്നുമില്ല. ഇഞ്ചക്ഷൻസോ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്തൊരു ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ ഹോമിയോപ്പതിക് ആണ്, ഞാനിതൊരു അലോപ്പതിക് ഡോക്ടേഴ്സിന്റെ ഇടയിൽ പറയുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഇതെല്ലാം ഞാൻ അന്ന് വെച്ചത്. കോമൺ മിസ്കൺസെപ്ഷൻസ് അബൌട്ട് ഹോമിയോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ശരിക്കും മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ആളുകൾ കുറേ അവർക്ക് പലർക്കും ഇതിന്റെ എക്സാക്ട് ട്രീറ്റ്മെന്റ് മോഡ് അറിയില്ല. ഇത് ജസ്റ്റ് സിംറ്റംസിനെ മാത്രമേ കുറയ്ക്കുകയുള്ളൂ, വളരെ സ്ലോ ആണ്. ഇതിനകത്ത് ഗ്രേവ് ഡിസീസിനോ അല്ലെങ്കിൽ ടെർമിനൽ ഡിസീസിനോ ക്യൂർ ചെയ്യാൻ കഴിവില്ല. ഇത് അൺസയന്റിഫിക് ആണ്. അല്ലെങ്കിൽ ഹോമിയോപ്പസ് നമ്മൾ കുറേ നേരം കേസ് ടേക്കിംഗ് എടുക്കുന്നുണ്ട്. കേസ് ടേക്കിംഗ് ടൈം ഇസ് സോ ഹൈ. അതുകൊണ്ട് സൈക്കോ തെറാപ്പി വഴിയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഫലിക്കുന്നത് എന്നൊരു റോങ് കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ കുറേ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, വേറൊരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. നമ്മുടെ അവിടെ ആദ്യകാലങ്ങളിലാണ് ശരിക്കും അവിടെ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസേ ഉള്ളൂ, നമുക്ക് ഡിസ്പെൻസ് ചെയ്യാൻ പാടില്ല. ഒരു ടീച്ചർ, പാകിസ്ഥാനിലുള്ള ടീച്ചർ നമ്മുടെ അടുത്തൊരു മെഡിസിന് വരികയും മരുന്ന് കൊടുത്ത്, അപ്പം അന്നൊക്കെ ഞാനൊരു പൗഡർ കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് അന്നുണ്ടായിരുന്നു.
ഒരു ഡോസ് മരുന്ന് കൊടുത്തു, 1-2 ഡോസ് മരുന്ന് കൊടുത്തു, അവർക്ക് റിലീഫ് വന്നപ്പോൾ അവർ വന്ന് എന്നോട് ചോദിച്ചതാണ്, ഡോക്ടർ സന്തോഷ്, നിങ്ങൾ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നുണ്ട്? അല്ല, ഈ പൗഡർ കഴിച്ച് നമുക്ക് റിലീഫ്, അതും ഒരു പ്രശ്നമാണ്. നമ്മൾക്കൊരു നല്ല റിലീഫ് ഉണ്ടാക്കി കൊടുത്താൽ അവർ പറയുന്നത്, ഞാൻ ഇത്രയും കാലം മരുന്ന് കഴിച്ചതാണ്, എനിക്ക് റിലീഫ് കിട്ടിയിട്ടില്ല, പക്ഷെ ഇത് കഴിക്കുമ്പോൾ അതിനകത്ത് സ്റ്റിറോയിഡ്സ് കാണും. ഇതാണ് എൻ്റെ അലോപ്പതി ഡോക്ടർ പറഞ്ഞു തന്നത്, അല്ലാതെ ഇതിൽ കുറവ് വരാൻ വഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ അലോപ്പതി ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കണം. പിന്നെ അവർ നേരത്തെ ഈ സ്റ്റിറോയിഡ്സ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് അവർക്ക് എന്താ ഒരു റിലീഫ് ഉണ്ടാക്കി തരാൻ പറ്റാത്ത, അതിനവർക്ക് ഉത്തരമില്ല. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു കൺട്രി, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ വെരി സ്ട്രിക്റ്റ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം, ഇനി ഒരു പൗഡർ നിങ്ങളുടെ കയ്യിൽ ബാക്കിയിരിക്കുകയല്ലേ, അവിടെ ഒരു ഹെർബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതിനകത്ത് സ്റ്റിറോയിഡ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ദോഷവും അങ്ങനെ ഒരു പേരും നമ്മുടെ ഇടയിൽ വരുന്നുണ്ട്, നമ്മൾ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. എന്നിട്ട് ഏറ്റവും പ്രധാനം, നമ്മളൊരു മിസ്റ്റിക് സയൻസ്, ഇതാണ് ആളുകളുടെ ഒരു മിസ്കൺസെപ്ഷൻസ്. ഇതിൽ പ്രധാനം മറ്റ് സിസ്റ്റം ഓഫ് മെഡിസിനിലെ ഡോക്ടേഴ്സ് പറയുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കേരളത്തിൽ IMA ഉള്ളതുപോലെ ഒരു എതിർപ്പ് ലോകത്തിൻ്റെ ഒരു ഭാഗത്തുമില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു വലിയ മെഡിക്കൽ സെൻ്ററിലാണ്. അവിടെ എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസിലെ ഡോക്ടേഴ്സും ഉണ്ട്. ആൻഡ് വി ആർ വർക്കിംഗ് ഒരു സിംബിയോസിസ് റിലേഷൻഷിപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണ്. അവരവിടെ നിന്ന് പേഷ്യൻസിന് നമുക്ക് റെഫർ ചെയ്യാറുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യാറുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല, എക്സെപ്റ്റ് കേരള. അതെന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ അങ്ങോട്ടേക്ക് പോയാൽ, വടക്കോട്ടൊക്കെ പോയാൽ, അല്ലെങ്കിൽ നോർത്തിലൊക്കെ പോയാലും അവിടെയെങ്കിലും നമുക്ക് അറിയാലോ, അവിടെ ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ തന്നെയുണ്ട്. ഇവിടെ അത് വരാനൊന്നും അവർ സമ്മതിക്കുന്നില്ല. അതിൽ കുറച്ച് നമ്മുടെയും കുഴപ്പമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ്. ഈസ് ഹോമിയോപ്പതിക്ക് ഒരു മിസ്റ്റിക് സയൻസ് ആണോ? ഇസ് ഇറ്റ് അൺസയൻറ്റിഫിക്? അത് ഹോമിയോപ്പതി കണ്ടുപിടിച്ചത് ഒരു മെജീഷ്യനോ അല്ലെങ്കിൽ ഒരു ഹൂഡോ സ്പെഷ്യലിസ്റ്റോ ഒന്നുമല്ല. നമുക്ക് നോക്കാം ആരാണത് കണ്ടുപിടിച്ചെന്നുള്ളത്. സാമുവൽ ഹന്നിമാൻ, അദ്ദേഹം ഒരു MD ഫിസിഷ്യൻ. ഇതാണ് ഞാൻ അവിടെ പ്രസന്റ് ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം MD ഫിസിഷ്യൻ ആയിരുന്നു. അദ്ദേഹത്തിന് ഹ്യൂജ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ബട്ട് ഹി വാസ് ഡിസ്കണ്ടന്റഡ് വിത്ത് ദ പ്രാക്ടീസ്. എല്ലാ ഫോളോവേഴ്സും അറ്റ് ദാറ്റ് ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ, കെന്റ്, ബെർണറ്റ്, ബോഗർ, ബോണിഹസൻ, ഓൾ ദീസ് വെയർ ലേൺഡ് അലോപ്പതിക് MD ഡോക്ടേഴ്സ്. ജസ്റ്റ് ഇമാജിൻ, അവർ ഈ സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ അവർ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് മെഡിസിൻസ് കളഞ്ഞിട്ട് അവരൊരു ന്യൂ സിസ്റ്റം ഓഫ് മെഡിസിനിലേക്ക് വരെയാണ്. മനസ്സിലായല്ലോ? അവരുടെ മൂവ് വളരെ ബോൾഡ് അല്ലെങ്കിൽ കറേജിയസ് മൂവ് ആയിരുന്നു ആ സമയത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹോമിയോപ്പതി എന്തെന്ന് വന്നിട്ടില്ല, ബട്ട് സ്റ്റിൽ അവരുടെ ഡിഗ്രി സാക്രിഫൈസ് കാലമാകാത്ത ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് അവർ വന്നു. എന്തുകൊണ്ടായിരിക്കും അത്? അപ്പൊ അതിന്റെ ആവശ്യകത എന്തായിരുന്നു അന്നത്തെ? എപ്പോഴും നെസസിറ്റി, ആവശ്യകതയാണല്ലോ എല്ലാ ഇൻവെൻഷൻസിന്റെയും പ്രധാനപ്പെട്ട കാരണം. അത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ്. ശരിക്കും ആൻസർ വാസ് എക്സിസ്റ്റിംഗ് സയൻസ്. ഇപ്പോൾ അവർ ഉണ്ടായിരുന്ന ആ സയൻസ് കുഡ് നോട്ട് ഓഫർ ഒരു പെർമനന്റ് സൊല്യൂഷൻ ഒരു അസുഖത്തിനും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അവർക്കൊരു ബെറ്റർ പതി വേണമെന്നൊരു തോന്നല് ഡോക്ടർ ഹന്നിമാൻ ഉണ്ടായിരുന്നു. ഹി വാണ്ടഡ് എ ബെറ്റർ സയൻസ് that could increase the scope of doctor in curing. ഈ ഡിസീസ് എല്ലാം ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ സയൻസ് വേണമെന്നൊരു താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് വന്നു. എസ്റ്റാബ്ലിഷ്ഡ് മെത്തേഡ് അന്നത്തേതാണെങ്കിലും ഇന്നത്തേതാണെങ്കിലും അവർ ട്രീറ്റ് ചെയ്യുന്നത് മനുഷ്യൻ, ദ മാനിനെയാണ്, ഡിസീസ് കണ്ടീഷനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഡിസീസ് ഇൻ മാൻ. ഡിസീസ് ഇൻ മാനിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ പെയിനിന് പെയിൻ കില്ലേഴ്സ് കൊടുക്കും. ഇൻഫ്ലമേഷൻ ആന്റി ഇൻഫ്ലമേറ്ററി, കോൺസ്റ്റിപ്പേഷൻ ലാക്സേറ്റീവ്സ്, ഹൈപ്പർ ടെൻഷൻ ആന്റി ഹൈപ്പർടെൻസീവ്സ്, ആസ്മ ബ്രോങ്കോഡൈലൈറ്റിസ്, വൈറൽ ഇൻഫെക്ഷൻസ് ആന്റിവൈറൽ, അലർജീസ് ആന്റി അലർജിക്സ്, ആസ്മ. സോ ദേ ആർ നോട്ട് കൺസിഡറിങ് ദ കോസ്. അവർക്ക് റിലീഫ് കിട്ടും, ബട്ട് അഗെയിൻ ഇറ്റ് വിൽ കം ബാക്ക്. They are not considering the cause, they are considering the effect only. ഡോക്ടർ ഹന്നിമാൻ അഡ്വൈസ് ചെയ്ത് ഒരൊറ്റ കാര്യമുള്ളൂ, വി ഹാവ് ടു ട്രീറ്റ് ദ കോസ്, ഇഫക്റ്റ് വിൽ ഡിസപ്പിയർ. ബിക്കോസ്
നമ്മുടെ ബോഡിക്കകത്ത് നാച്ചുറൽ ഹീലിംഗ് ഫോഴ്സ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ഫോഴ്സ്. അതിനെ ജസ്റ്റ് സ്റ്റിമുലേറ്റ് ചെയ്താൽ മതി. ദിസ് ഇസ് വാട്ട് ഹന്നിമാൻ അഡ്വൈസ്ഡ്. നമ്മൾ ഇഫക്റ്റിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിസീസിന്റെ ഒരു പ്രധാനപ്പെട്ട നേച്ചറാണ് ഇറ്റ് ഓൾവേസ് ട്രാവൽസ്. സോ ദ ഇഫക്റ്റ് വിൽ റീഅപ്പിയർ സെയിം ഓർഗനിൽ വരും, അല്ലെങ്കിൽ അനദർ ഓർഗനിലോ ലൊക്കേഷനിലോ പോകാം, ഓർ അതിന്റെ എക്സ്പ്രഷൻ മാറി വരും. ഇതിനാണ് നമ്മൾ കൂടുതലായിട്ട് ഏത് ലേയേഴ്സ് ഓഫ് സപ്രഷൻ പഠിക്കുന്നത്. നമ്മുടെ ജേം സെൽസ്, 3 ജേം സെൽസ്, എൻഡോഡേം, മീസോഡേം, എക്ടോഡേം, ഇതൊക്കെ ഞാൻ അന്ന് അവിടെ പറഞ്ഞിരുന്നു. ഇതിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് എൻഡോഡേം വന്നു. എൻഡോഡേം ബിക്കോസ് ലൈഫ് ഇവോൾവ്സ് ഫ്രം ദ വാട്ടർ. പിന്നെ അവർക്ക് ലൊക്കോമോഷൻ വേണമായിരുന്നു വെളിയിലോട്ട് ഇറങ്ങാൻ. സോ മീസോഡേം വന്നു, ദെൻ എക്ടോഡേം. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഏരിയ സ്കിൻ ഇസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓർഗൻ. അപ്പം നമുക്കൊരു അസുഖം ഒരു ഓർഗനിൽ വന്നിട്ട് അത് മറ്റു ഓർഗനിലേക്ക് അത് പോയി കഴിഞ്ഞാൽ വി ഹാവ് ടു സീ വെദർ ഇറ്റ് ഈസ് ഗോയിങ് ഫ്രം ദ ഹയർ ഓർഗൻ ഓർ ലോവർ ഓർഗൻ. അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാനുള്ളത്. ഓൾ സിംറ്റംസ് ഡിസപ്പിയർ ചെയ്യുന്നത് ക്യൂർ അല്ല. ഡോക്ടർ ഹന്നിമാൻ വാസ് ദ ഫസ്റ്റ് ടു ഷോ ദാറ്റ് ഇഫ് കോസ് ഇസ് നോട്ട് ട്രീറ്റഡ്, കോസിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഡിസീസ് ചേഞ്ചസ് ഇറ്റ് ഫോംസ് ആൻഡ് പ്ലേസ് ആൻഡ് ബിക്കംസ് മോർ സീരിയസ്. ഹി ഷോസ് ദാറ്റ് നമ്മുടെ ഓർഡറിനും അല്ലെങ്കിൽ എല്ലാ ഇതിനും ഒരു ഡിസോർഡറിനാണെങ്കിലും അതിനും ഒരു വേ ഉണ്ട് പോകാൻ. സോ അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട് സിംറ്റംസ് ഡിസപ്പിയർ ചെയ്യുന്നത് ഒരു മാത്തമെറ്റിക്കൽ ഓർഡറിൽ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ. അങ്ങനെയാണ് അദ്ദേഹം അതിന് നേച്ചേഴ്സ് ലോ ഓഫ് ക്യൂർ അല്ലെങ്കിൽ ലോ ഓഫ് ക്യൂർ. ക്യൂർ ഷുഡ് ഹാപ്പൻ ഫ്രം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓർഗനിൽ നിന്ന് ലെസ് ഇമ്പോർട്ടൻ്റ് ഓർഗനിലേക്ക് പോകണം, ഫ്രം എബോവ് നിന്ന് താഴേക്ക് പോകണം, സെന്റർ ടു പെരിഫറി ആൻഡ് ദ റിവേഴ്സ് ഓർഡർ. ദിസ് ഇസ് ദ ലോ ഓഫ് ക്യൂർ. ദിസ് ഹന്നിമാൻ ആണ് ഇത് പറഞ്ഞത്, ഹെറിൻസ് ലോ ഓഫ് ക്യൂർ. So much of difference are there with homeopathy versus another system of medicine. അതിന്റെ philosophy itself is difference. Then method of preparation, വളരെ മൈന്യൂട്ട് ഡോസസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ പ്രിപ്പറേഷൻ ആനിമൽ കിങ്ഡത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്, പ്ലാന്റ് കിങ്ഡത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്, ദെൻ മിനറൽ കിങ്ഡത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഡോസ് വളരെ മൈന്യൂട്ട് ഡോസാണ്. അതൊരു കോൺട്രവേഴ്സിയാണ്. പൊട്ടൻസി അതാണോ സസെപ്റ്റബിലിറ്റി മറ്റു കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ പൊട്ടൻസി സെലക്ട് ചെയ്യുന്നത്. ജസ്റ്റ് വി ആർ സ്റ്റിമുലേറ്റിംഗ് ദ പേഷ്യൻ്റ് ഉള്ളി. പിന്നെ ഏറ്റവും പ്രധാനം ഇൻഡിവിജ്വലൈസേഷൻ, ദെൻ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഒരു സിസ്റ്റമും നമ്മുടെ ബോഡിയിൽ സെപ്പറേറ്റ് അല്ല. വി ആർ കൺസിഡറിങ് ദ ബോഡി ആസ് എ ഹോൾ. അതാണ് ഏറ്റവും പ്രധാനം. നൗ ഇൻഡിവിജ്വലൈസേഷൻ പറയുമ്പോൾ അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിനും ഇപ്പം ഇൻഡിവിജ്വലൈസേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹന്നിമാൻ 1240 വർഷത്തിന് മുമ്പേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പം നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനകത്ത് സൈഡ് എഫക്റ്റ് ഇല്ല. ആൻഡ് പ്രിവെന്റീവ് അപ്രോച്ചാണ് ഏറ്റവും പ്രധാനം. ദെൻ ഹോമിയോപ്പതിക് അപ്രോച്ച് ഇൻ ഡെന്റിസ്ട്രി. നമുക്ക് എന്തൊക്കെയാണ് ഡെന്റിസ്ട്രിയിൽ ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റിൽ ഇപ്പം നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു പേഷ്യൻറ്റിനെയും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമുക്ക് എന്തൊക്കെയാണ് ഹോമിയോപ്പതിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമായി എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് മാത്രമേ ഈ പേഷ്യൻസിന് മരുന്ന് കൊടുക്കാവൂ. രണ്ടാമത്, നമുക്ക് ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രിപ്ഷൻസ് വളരെ നല്ലതുപോലെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്, ഒരു സ്റ്റാൻഡ് അലോൺ ട്രീറ്റ്മെന്റ് ആയിട്ട് ഹോമിയോപ്പതി പോകാതെ നമുക്കൊരു അഡ്ജന്റ് തെറാപ്പി അലോങ് വിത്ത് മറ്റ് അവരോട് ചേർന്ന് നിന്ന് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹോമിയോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ. ഇറ്റ് ക്യാൻ പ്രിവെന്റ് ഇൻഫെക്ഷൻസ്. ഈവൻ ഡോക്ടർ താഹയ്ക്ക് തന്നെ, എൻ്റെ ചെയർമാന് തന്നെ ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യേണ്ടി വന്നു. അത് അദ്ദേഹം നമ്മുടെ ട്രീറ്റ്മെന്റിലാണ്. സർജിക്കൽ പ്രൊസീജിയർ ഡെന്റൽ സർജറി പ്രൊസീജിയറാണ്. അത് ശരിക്കും അദ്ദേഹം ആഴ്സനിക്കും ആൽബമാണ് നമ്മുടെ മെഡിസിൻ കഴിക്കുന്നത്. ഫോസ്ഫറസ് ഒരു ഡോസ് കൊടുത്ത് അദ്ദേഹത്തിന് ഒരു ആന്റിബയോട്ടിക്, അദ്ദേഹം വളരെ ഡയബറ്റിക് ആണ്, എല്ലാ കണ്ടീഷനും. അതാണ് അദ്ദേഹത്തിന് ഹോമിയോപ്പതി അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കോളേജിൽ തുടങ്ങണം എന്നൊരു താല്പര്യം ഉണ്ടാകാനുള്ള ഒരു പ്രചോദനം. നമ്മൾ അണ്ടർലൈൻ കണ്ടീഷൻസിനെ ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പ്രൊമോട്ടിംഗ് ഹോളിസ്റ്റിക് ഓറൽ ഹെൽത്ത് ആൻഡ് കൊളാബറേറ്റിംഗ് വിത്ത് കൺവെൻഷണൽ ഡെന്റിസ്റ്റ്. ഇതിന് ശരിക്കും ഒരു ഗൈഡ് ലൈൻസും പ്രോട്ടോകോളും നമ്മൾ ഡെവലപ്പ് ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ ഈ സ്പെസിഫിക് ഹോമിയോപ്പതിക് റെമഡീസ് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് നമുക്കില്ല. കാരണം ജസ്റ്റ് എനിക്ക് അവിടെ ഒന്ന് പറയാൻ വേണ്ടി ചെയ്തതാണ്. അത് ആദ്യമായിട്ട് നമ്മൾ 3 ആയിട്ട് തിരിക്കാം. ഫസ്റ്റിൽ പ്രിവെൻഷൻ, ദെൻ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുക.
ദെൻ ഓറൽ ഹൈജീൻ. ഇതിൽ സ്പെസിഫിക് ഡെന്റൽ കണ്ടീഷൻസിൽ ഇങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ നമുക്ക് ഉപയോഗിപ്പിക്കാം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാമമുല ഒരു പ്രധാനപ്പെട്ട മെഡിസിൻ, പ്ലാന്റഗോ അനദർ മെഡിസിൻ, കോഫി ക്രൂഡ, മെഗ്നീഷ്യം ഫോസ്, സ്റ്റഫിസാഗ്രിയ, നെക്സ്ഫോമിക്ക, ഡെന്റൽ ട്രോമയ്ക്ക് നമ്മൾ ആർണിക്ക മുണ്ടാന, ഹൈപ്പേറിക്കം, ഫോസ്ഫറസ്, ടെക്ലാലാവ, മില്ലിഫോളിയം, പിന്നെ കുറച്ച് റെഫറൻസസും മറ്റു കാര്യമാണ്. നമ്മുടെ ഈ ഒരു ക്ലാസ് അവിടെ എടുത്തതിന് ശേഷം അവിടുത്തെ 1-2 അധ്യാപകര്, അതെനിക്ക് പ്രത്യേകം പറയാനുള്ള ഈ ഒരു അധ്യാപകനാണ്. ഇദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ പേഷ്യൻസിന് കഴിഞ്ഞ ഏകദേശം ഒരു 7-8 വർഷമായിട്ട് ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം മരുന്നിന്റെ പേര് പറഞ്ഞു, ആർണിക്ക പറഞ്ഞു, ഹൈപ്പേറിക്കം പറഞ്ഞു, സ്റ്റാഫിസാഗ്രിയ, ദീസ് 3 മെഡിസിൻസ് പറഞ്ഞു. പിന്നെ കൽക്കേറിയ ഫോസ് ഞങ്ങൾ ഒരുമാതിരിപ്പെട്ട പേഷ്യൻസ് ഫോസും കൽക്കേറിയ ഫ്ലോറും കൊടുക്കാറുണ്ട്. അത് പുള്ളിക്കാരൻ ആ സ്റ്റേജിൽ തന്നെ വിളിച്ച് പറയുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് പല ഡോക്ടേഴ്സും, ഇദ്ദേഹം അവിടുത്തെ ഒരു വൈസ് പ്രിൻസിപ്പളാണ്, അദ്ദേഹം പറഞ്ഞു വർഷങ്ങളായിട്ട് ഞാനും ഹോമിയോ മെഡിസിൻസ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം നമുക്ക് അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ഡെന്റൽ മേഖലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കീ ടേക്ക് അവേ പോയിന്റ്സ് ഞാൻ പറഞ്ഞത്, ഹോമിയോപ്പതിക് റെമഡീസ് ഡെന്റൽ ആൻസൈറ്റി ആൻഡ് ഫിയർ, വളരെ കൂടുതൽ പേഷ്യൻസ് ആൻസൈറ്റി ഫിയർ ആയിട്ട് വരുന്നുണ്ട്. അവർക്ക് ഒരു ഡോസ് മെഡിസിൻ കഴിച്ചതിന് ശേഷം വിട്ടുകഴിഞ്ഞാൽ അവരുടെ കോംപ്ലിക്കേഷൻസും അവരുടെ ട്രീറ്റ്മെന്റ് ഔട്ട്കമും വളരെ ഈസി ആയിട്ട് പോകും. ഇംപ്രൂവിങ് പേഷ്യന്റ് കംഫർട്ട് ആൻഡ് കോപ്പറേഷൻ, ഇറ്റ് ക്യാൻ യൂസ് ടു പെയിൻ, ഇൻഫ്ലമേഷൻ. നമ്മളെ കൺവെൻഷണൽ പെയിൻ മെഡിക്കേഷൻസ് നമുക്ക് മിനിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി വേണ്ടാതെ വെക്കാം. വൂണ്ട് ഹീലിംഗ് വളരെ ഈസിയാക്കാം. ടിഷ്യൂ റിപ്പയർ വളരെ ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു ഡെന്റൽ പ്രൊസീജിയറിന് ശേഷം റിക്കവറി പ്രോസസ്സ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും. ഓറൽ ഹെൽത്ത് കണ്ടീഷൻസ്, ജിഞ്ചൈവൈറ്റിസ്, പെരിയോഡൈൻറ്റൈറ്റിസ്, ടൂത്ത് ഡീകേ, റെഡ്യൂസിങ് ദ നീഡ് ഫോർ കൺവെൻഷണൽ ട്രീറ്റ്മെന്റ്, ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. Integrating homeopathy into dental practice can enhance the dentist-patient relationship, promoting a more sustainable approach on oral health, reducing the risk of antibiotic resistance and benefiting the environment. ഇതാണ് key takeaway points ഞാൻ കൊടുത്തത്. പിന്നെ we appreciate your time and consideration and we look forward to the opportunity to work together to promote a more holistic and sustainable approach to oral health. ഇതാണ് മനോജ് നമ്മൾ അവിടെ പ്രസന്റ് ചെയ്തത്. ആൻഡ് ദേ ആർ വെരി ഇംപ്രസ്ഡ് വിത്ത് ദ പ്രസന്റേഷൻ. നമ്മൾ ശരിക്കും വലിയ താമസമില്ലാതെ നമ്മൾ തുടങ്ങണം എന്നാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഇതില് നമുക്ക് താഹ മെഡിക്കൽ, എനിക്ക് ഇവിടെ ട്രിവാൻഡ്രം ക്ലിനിക്കിൽ അത്രത്തോളം നമ്മൾ പേഷ്യൻസിന് അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അബുദാബി താഹ മെഡിക്കൽ സെന്ററിൽ വളരെ കൂടുതൽ പേഷ്യൻസിന് നമ്മുടെ മെഡിസിൻസ് കൊടുത്ത് അവർക്ക് ആന്റിബയോട്ടിക്കോ അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ടെസ്റ്റിമോണിയം കാണിക്കാൻ വേണ്ടി അവരുടെ അടുത്തൊരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞതാണ്. പക്ഷെ അവർ ഇന്നിപ്പോൾ അയക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഗംസ് മുഴുവൻ റിസീഡ് ചെയ്ത് പോയിട്ട് അവർക്കത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഡോക്ടർ താഹ എൻ്റെ ഓർത്തോഡോണ്ടിസ്റ്റിനെ കാണിച്ച് ഓർത്തോഡോണ്ടിസ്റ്റ് പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വേറെ എന്തോ ഒരു ഡിസീസ്, അത് അണ്ടർലൈങ് ഡിസീസ് കണ്ടീഷൻ ആണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. അവർക്കും പോയ മെഡിസിൻസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ്, ഫോസ്ഫറസ് കൊടുത്തു. നൗ ആ ഗംസ് എല്ലാം ക്ലിയർ ആയി. ഹോമിയോപ്പതിക്ക് അപാര സാധ്യതയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. മനോജ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്നതിന്റെ അർത്ഥം സഹവീര്യം ഗരവാവഹൈ എന്ന് പറയും. അതായത് തേജസ്സിനാം അവതീത മസ്തു മാ വിദിഷ വഹൈ. അതായത് നമ്മൾ തെറ്റിദ്ധരിക്കാതിരിക്കട്ടെ, പരസ്പരം യോജിക്കണം. അതാണ് ഈ മെഡിക്കൽ ഫീൽഡ് വേണ്ട. ആർക്ക് വേണ്ടി? ജനത്തിന് വേണ്ടിയാണ്. അപ്പൊ ആ ഒരു തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും വൈറ്റലായിട്ടുള്ളത് ഡോക്ടർ സന്തോഷിന്റെ ഒരു സമീപനവും അറിവും പഠിക്കാനുള്ള താല്പര്യമാണ്. അതാണ് പ്രധാനം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഡോക്ടർ താഹയുടെ നല്ല മനസ്സിലുള്ള അപ്രീഷിയേറ്റ് പറ്റൂ. അല്ല, അതില് വേറെ ഒരു കാര്യമുണ്ട് മനോജ്. നമ്മൾ അങ്ങോട്ടേക്ക് അവരുടെ അപ്രോച്ച് ചെയ്ത്, അപ്പൊ എനിക്ക് അവിടെ ഞാൻ പോയപ്പോൾ എന്നെ അവിടുത്തെ ജനറൽ മെഡിസിൻ ഡോക്ടേഴ്സ് എന്നെ ശരിക്കും സഹായിച്ചു കേട്ടോ. കാരണം നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ ആദ്യമൊന്നും അവരൊന്നും പറഞ്ഞു തരില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ, ഇപ്പം എക്സ്റേ ജനറൽ മെഡിസിൻ നമുക്ക് ആ പോകുന്ന സമയത്തൊന്നും എനിക്ക് ECG ഒന്നും വളരെ നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു നമ്മൾ.
ഇതെല്ലാം കൊണ്ടുപോകുമ്പം ഡോക്ടർ സന്തോഷിൽ ഇന്ന കുഴപ്പങ്ങളുണ്ട്, അവർ നല്ല രീതിയിൽ സഹായിച്ചു കേട്ടാ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് റിസൾട്ട് കാണിച്ചു കൊടുക്കണം. നമ്മുടെ കേസ് ഷീറ്റ് എല്ലാം കാണുകയാണ് അവർ. അപ്പൊ അവരുമായി നല്ലൊരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതിന് വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ വെള്ള ചീലക്കെ തടുക്കുള്ളെന്ന് പറയും. സന്തോഷ് ദുബായിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. ആ ഒരു തീർച്ചയായിട്ടും നമ്മൾ എന്തിനാണ് ഈ പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ 68 പേരുണ്ട്. ഇത് കേൾക്കുക, കാണുക, ചിന്തിക്കുക, അതിനുവേണ്ടി പറയുകയാണ്. ഇപ്പൊ എച്ച് എ റോബർട്സിനകത്ത് ഒരു ചാപ്റ്റർ ഉണ്ട്, വാട്ട് യു ക്യാൻ ഓഫർ ടു ഹോമിയോപ്പതി. ഒന്നാമത്തെ ചാപ്റ്റർ ആണ്, പക്ഷെ ആരും പഠിപ്പിക്കാറില്ല. ഡോക്ടറെ സംസാരിക്കാമോ? വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു ഡോക്ടർ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഏതായിരുന്നാലും ഇത് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇത് നമ്മുടെ ഡെന്റിസ്റ്റ് ഡോക്ടേഴ്സിനൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കാനും നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ ഇന്ന് ഡോക്ടർ പ്രസന്റ് ചെയ്തിട്ടുള്ള പേപ്പർ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം ഒന്നാമത്തെ കാര്യം, ആ റിസീറ്റ്സ് ഇത് എനിക്ക് അത് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം ഡോക്ടർ പറഞ്ഞില്ലേ, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞില്ലേ ഈ ഗംസ് റിസീവ് ചെയ്യുന്നത്, അത് ചെയ്തിട്ട് ശരിയായെന്ന് കേട്ടപ്പോൾ അത് ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നി. കാരണം എന്ന് വെച്ചിരുന്നാൽ അത് ഹോപ്പ്ലെസ് കേസാണ്, 100% ഹോപ്പ്ലെസ് കേസാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അത് ചെയ്യാൻ പറ്റുന്നുള്ള എല്ലാവരും ഷെയർ ചെയ്യണം. വളരെ നന്നായിരുന്നു ഡോക്ടർ പ്രസന്റേഷൻ. ഒരു dignity, you keep the dignity of the doctors, homeopathic doctor, how to handle this with other doctors and how to show them that what we are. Yes. And how we can explain it in the principled, how principled it is. So it is great. Your work is very great. Thank you, doctor. Yes, അതെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ലോകപരിചയം ഉണ്ട്. കിണറ്റിലെ തവളയല്ല, കൂപമണ്ഡപങ്ങളായിട്ടാണ് ഈ പറഞ്ഞ ബാക്ടീരിയ ഇല്ല, വൈറസ് ഇല്ല എന്ന് പറയുന്ന ടെൻഡൻസി കല്ലിക്കടിച്ച് പല്ല് കളയുന്ന അവസ്ഥ പലയിടത്തുണ്ട്. അതല്ല, അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക, അതാണ് നമുക്ക് വേണ്ടത്. ദയവേത് എന്തെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അഭിപ്രായമുണ്ട്, തീർച്ചയായിട്ടും പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ഹോമിയോപ്പതി പുതിയ മേഖലകളിലേക്ക് കടക്കുന്ന ഒരു അവസരമാണ്. നിങ്ങളുടെ ഓരോരുത്തരെയും കോൺട്രിബ്യൂഷൻസ് എല്ലാ രീതിയിലും പ്രതീക്ഷിക്കുന്നു. നമുക്ക് അതുപോലെ തന്നെ വേറൊരു മേഖലയുള്ള ഐ ഡിസീസ്, അത് വലിയൊരു മേഖലയാണ്. ശരിക്കും നമ്മൾ അങ്ങോട്ട് കടന്നു വേണ്ട അത്യാവശ്യമാണ്. ബോംബെയിലെ ഡോക്ടർ IFPH വന്നിട്ടുണ്ട്. അദ്ദേഹം ഡോക്ടർ കൈയൊക്കെ കാണിക്കുന്നു, വല്ലതും പറയാനാണോ? മുസ്തഫ സാറിലേക്ക് പോയിട്ട്, മുസ്തഫ സാറെ അഡ്മിറ്റ് ചെയ്യാമോ? സണ്ണിലോ ഡെന്റിസ്റ്റ് ആണ്, ഓക്കെ, ഇവിടെ ഉണ്ട്. ഇപ്പാണ് ക്ലാസ് കണ്ടത്. വളരെ സന്തോഷം. സംസാരിക്കട്ടെ ഡോക്ടർ, സംസാരിക്കാമോ? ഞാൻ ഡെന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഡെന്റൽ അത് ഹോമിയോയില് ഉപയോഗപ്പെടുത്താന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് എങ്ങനെയാന്നുള്ള എന്റെ ഒരു സംശയം. ഡോക്ടറെ, ആന്റിബയോട്ടിക് എല്ലാം ഞാനാണ് പറയുന്നത്, നമുക്ക് അതിനൊരു സാഹചര്യം എനിക്ക് അവിടെ അബുദാബിയിൽ കിട്ടി. കാരണം ഒരു 9 ഡെന്റൽ ചെയർ ഉള്ള ഒരു ക്ലിനിക്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പേഷ്യൻസ് മുഴുവൻ അവിടെ പോകുമ്പോൾ എനിക്ക് ആന്റിബയോട്ടിക് വേണ്ട, ഞാൻ ഹോമിയോ കഴിച്ചു. അപ്പൊ അത് അവർ കഴിച്ചിട്ട് അവർ ആന്റിബയോട്ടിക് കഴിക്കാതെ അസുഖം ഭേദമായി ഈ ഡോക്ടർമാര് കണ്ടതിന് ശേഷമാണ് ഡോക്ടർമാർക്ക് വിശ്വാസം വന്നത്. അപ്പൊ അത് നമുക്കിവിടെ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാനിപ്പോ നോക്കുന്നത്. ഡെന്റൽ കോളേജിനകത്ത് ഒരു സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതൊരു റിസർച്ച്, ഞാൻ ആദ്യമേ ഡോക്ടർ താഹയോട് പറഞ്ഞു, നമ്മൾ അൺവാണ്ടഡ്ലി ഒരു ചുമ്മാ ഒരു ക്ലിനിക്കിൽ പോയി ഇരിക്കുന്നതല്ല, ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ കാണാം, ഞങ്ങൾക്കത് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം എല്ലാ സപ്പോർട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഇതില് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ ആയതുകൊണ്ട് പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പേഷ്യന്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ താഹയും ഒരു എൻഡോഡോണ്ടിസ്റ്റ് അദ്ദേഹവും കൂടെയാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ പോയപ്പോൾ പേഷ്യന്റ് കിടക്കുക, അദ്ദേഹത്തിന്റെ ആ ലേഡിയാണ്, താഴോട്ട് പൊക്കോണ്ടിരിക്കുക, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഷീസ് ഹാവിങ് സം സിസ്റ്റമിക് ഡിസോർഡർ. അവര് മുകളിൽ ബാക്കി എല്ലാം ചെയ്യാൻ നോക്കുന്നുണ്ട്, ബട്ട് നത്തിങ് ഇസ് വർക്കിംഗ്. അവര് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം പല്ലെല്ലാം താഴോട്ട് വന്നുകൊണ്ടിരിക്കുക, ഭയങ്കര വാങ്ങാറ്റം, ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടാണ്. ബട്ട് നൗ നമ്മുടെ ഒരൊറ്റ മെഡിസിനാണ് ഫോസ്ഫറസ് എന്നുള്ളൊരു മെഡിസിനാണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ, അത് കൊടുത്തു കഴിഞ്ഞു. നൗ ഷീ ഈസ് കമ്മിങ് അപ്പ്, ഇതെല്ലാം മുകളിലോട്ട് കയറി വരുന്നുണ്ട്. ദേ ആർ സ്റ്റാർട്ടഡ് ദെയർ ട്രീറ്റ്മെന്റ്. ഇതൊക്കെ ഒരു വലിയ നേട്ടമാണ്.
കാരണം അതെ. എവിടെയാണോ ഫെയിൽ ആയിട്ട് നിൽക്കുന്നിടത്താണ് നമുക്ക് കയറി പോകാൻ പറ്റിയത്. അതാണ്. ഏത് കോളേജിലാണ് ഡോക്ടർ പഠിച്ചത്? ഞാൻ ബാംഗ്ലൂർ, തുംകൂർ, സിദ്ധാർത്ഥ ഇത് സിദ്ധാർത്ഥ PMS ഡെന്റൽ ഡെന്റൽ കോളേജിലാണ്. PMS ഡെന്റൽ കോളേജ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആഹാ പേഷ്യന്റ് ഇൻഫ്ലോ നല്ലതുപോലെ ഉള്ളതാ. ആഹാ ആഹാ മോസ്റ്റ് പ്രോബബ്ലി അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. എന്തായാലും ഞാൻ വിവരങ്ങൾ അറിയുന്നുണ്ട്. ശരി. എന്തായാലും ഡോക്ടർ സന്തോഷിനെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും മുസ്തഫ സാറെ വളരെ സന്തോഷം, വരുമാനെ കൂടെ രംഗത്ത് കൊണ്ടുവന്നു, പരിചയപ്പെടുത്തി സന്തോഷം. ഓക്കെ, സാർ ഇത് സംസാരിക്കാനുണ്ടോ മുസ്തഫ സാർ? അല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ മുസ്തഫ സാർ എന്ന് പറഞ്ഞാൽ ശരിക്കും അത്ഭുത മനുഷ്യനാണ്, അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ശരിക്കും എനിക്ക് ആ ഒറ്റ വാക്കുകൾ അത് പറഞ്ഞു പറ്റുള്ളൂ. കാരണം വെച്ചാൽ ചിന്തിക്കാൻ പറ്റാത്ത ലെവലാണ് സാറിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. സാറിന് പ്രത്യേക നമസ്കാരം. ഫദൻ ഡോക്ടറിലേക്ക് പോവാം. ഫദൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യാം സാർ, സംസാരിക്കും. ഹലോ. ആ. സന്തോഷ് ഡോക്ടർ ക്ലാസ് വളരെ രസകരമായിരുന്നു. അവിടുത്തെ അനുഭവങ്ങളും ഡെന്റിസ്ട്രി ആയിട്ടുള്ള റിലേഷൻസും അതിൻ്റെ ഓരോ കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്തിട്ടുള്ള എല്ലാം കേട്ട വളരെ രസകരമായി തോന്നി. എനിക്ക് ഒരുപാട് കേസുകളിൽ ഡെന്റിസ്ട്രിയിൽ നിന്ന് കിട്ടാറുണ്ട്. എൻ്റെ കേസിൽ അങ്ങോട്ട് പോകാറില്ല. പല്ലിന് പോയിട്ട് ഡെന്റൽ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിട്ട് അവർ ആൻറ്റിബയോട്ടിക്സ് കുറച്ച് കൊടുക്കുക. അവരിവിടെ കൊണ്ടുവരും, ഇത് കഴിക്കണോ ഡോക്ടറെ എന്ന് ചോദിച്ചിട്ട്. വേണ്ട, ഞാൻ മരുന്ന് കൊടുക്കും. ഞാൻ എൻ്റെ മരുന്ന് കൊടുക്കുകയാണ്. ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാകാറുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളിൽ നിന്ന് ഡെന്റൽ കാരിയസിന്, ഹലിറ്റോസിന്, ഇൻഫ്ലമേഷൻ ഗംസിന്, ടൂത്ത് ഇങ്ങനെ ഒരുപാട് ഡിസോർഡേഴ്സിന്, ബ്ലീഡിങ് ഗംസ്, ഇങ്ങനെ കുറേ ഡിസോർഡേഴ്സിനെല്ലാം നല്ല രൂപത്തിൽ ഹോമിയോ മെഡിസിൻ കൊടുത്തിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പേഷ്യൻസ് മിക്കവാറും ഡെന്റൽ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത് എൻ്റെ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് പതിവ്. പിന്നെ ഈ ഇടയ്ക്ക് കണ്ടുവരുന്ന ഒരു സാഹചര്യം, എനിക്കിപ്പം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് ഒരു ഡോക്ടറെ ഇങ്ങോട്ട് റെഫർ ചെയ്തത്, നെയ്യാറ്റിൻകര ആശുപത്രിയിൽ നിന്ന് 2-3 പേര് റെഫർ ചെയ്തു, പാറശാല ആശുപത്രിയിൽ നിന്ന് ഒരു അലോപ്പതി ഡോക്ടറെ ഇങ്ങോട്ട് റെഫർ ചെയ്തു. കാര്യം ഇതിന് ഹോമിയോ മെഡിസിൻ കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു വിടുന്ന ഒരു കണ്ടീഷൻ ഇപ്പോഴുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഹോമിയോപ്പതി ഉയർന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമുക്കെല്ലാം അന്തസ്സുള്ളൊരു കാര്യമാണ്. കാര്യം അത്തരം കേസുകൾ നമുക്ക് ശരിയായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് മിനിയാന്ന് ഒരു കേസ് കിട്ടി. മിനിയാന്ന് കിട്ടിയ ഒരു മംസിന്റെ കോംപ്ലിക്കേഷൻ ഒരു ഡോക്ടർക്കാണ്, അലോപ്പതി ഡോക്ടർക്കാണ്. മംസിന്റെ കോംപ്ലിക്കേഷൻ എൻ്റെ പിന്നെ സ്ക്രോട്ടം സ്വെല്ലിങ്, ഭയങ്കര ടെസ്റ്റിസിന്റെ സ്വെല്ലിങ് കൊണ്ട് ഭയങ്കര ഈ പെയിൻ റിലീഫിനുള്ള അനാൽജസിക്സ് എല്ലാം കഴിച്ചു നോക്കിയിട്ട് ശരിയായില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് മെഡിസിൻ കൊടുത്തയച്ചു. വേറെ ഒന്നുമില്ല, ബെൽഡോണയും ഹെപ്പാസൾഫോണും കൊടുത്തത്. ബെൽഡോണ SCM ആണ് കൊടുത്തത്. ഞാൻ പറഞ്ഞു, നാളെ ഉച്ചയ്ക്ക് കുറഞ്ഞില്ലെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ വൈകിട്ട് പുള്ളിയുടെ അമ്മാവനെ കണ്ടു. പറഞ്ഞു, ഇപ്പം വേദനയൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്നെ കുറവില്ലെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് വിളിക്കാത്തതായിരിക്കും. കൊച്ചിലെ മുതലേ ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ടെന്ന വിഷയമാണ്. പക്ഷേ അലോപ്പതി മെഡിസിൻ കഴിച്ച് മംസ് വന്നിട്ട് അലോപ്പതി മെഡിസിൻ കഴിച്ച് ഈ കോംപ്ലിക്കേഷനെല്ലാം ഉണ്ടായിട്ടും ഹോമിയോ മെഡിസിൻ കഴിക്കാനായിട്ട് പുള്ളിയുടെ അച്ഛനാണ് പറഞ്ഞത്. അതിൽ വന്ന് കഴിച്ചിട്ട് പുള്ളിക്ക് നല്ല കുറവുണ്ടായി. ഇപ്പം നമുക്ക് അത്തരത്തിൽ അലോപ്പതി ഡോക്ടേഴ്സിൽ നിന്ന് ഇങ്ങോട്ട് റെഫറൻസ് കിട്ടുന്ന ഒരു കണ്ടീഷൻ എത്തിയിട്ടുണ്ട്. അത് നമുക്കെല്ലാം വളരെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത്തരത്തിൽ നമ്മളെല്ലാവരും കുറച്ചുകൂടെ ജാഗരൂകരായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ഓക്കെ സാർ. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇത്രയും കാലമായിട്ട് പലരും ഇൻസ്റ്റിറ്റ്യൂഷനിലേ പെട്ടിട്ടില്ല. കാരണം ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല. ഇപ്പം അതെ, ഞാൻ PhDക്ക് പോകുമ്പോ ICMR ഒരു സയന്റിസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, വൈ യു ടുക്ക് ദിസ്, നിങ്ങൾ ഈ ഒരു പീഡിയാട്രിക്കിന്റെ ഈ ഒരു ഇതെടുക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ നോക്കി? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, എൻ്റെ ഫാദർ ഹോമിയോപ്പതായിരുന്നു. അദ്ദേഹം മരുന്ന് കൊടുത്ത്, അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കൊടുത്ത് നമ്മുടെ പേഷ്യൻസിന് റിലീഫ് കിട്ടുന്നു. അപ്പൊ അവരുടെ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനൊരു താല്പര്യം ഉണ്ടായിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എപ്പിഡമോളജിസ്റ്റ് ആണ്, എനിക്ക് ഭയങ്കര ഹോമിയോപ്പതി വലിയ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾക്ക് സയന്റിഫിക് ലെവലിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് വാക്കാണ്. ഇപ്പൊ ഡോക്ടർ ഭദ്രൻ സാറ് പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ എവിഡൻസസ് ഉണ്ട്, പക്ഷെ ഇത് ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ഒരു ഡ്രോബാക്ക് തന്നെയാണ്. നമ്മളെല്ലാം ഡോക്യുമെന്റ് ചെയ്യാൻ നോക്കുക. അല്ല, യഥാർത്ഥത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് സെഷൻ നമ്മളങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഡോക്യുമെന്റേഷനെ കുറിച്ച്. ഡോക്ടർ ചന്ദ്രൻ തന്നെ എത്രയോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മാഗ്നിറ്റ്യൂഡിലുണ്ട്, വർക്ക് കിടക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരെ ഇൻസ്റ്റിറ്റ്യൂഷനിലേതും പറ്റില്ല. അതെന്താണ്, ഈ അലോപ്പതി സിസ്റ്റത്തിൽ അവർക്ക് ഫാർമ കമ്പനികളിൽ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യിക്കുകയാണ്. ഇവിടെ നമ്മൾ അതിന്റെ പുറകെ സ്വന്തം കിള്ളിക്ക് നേരെ വെള്ളത്തിലായി അവന് കഞ്ഞിപിടി മുട്ടും.
അപ്പൊ അതൊരു പ്രധാന പ്രശ്നമാണത്. 23 ലക്ഷം രൂപ എനിക്കായി എന്റെ ആ. PhD-യുടെ. ഇനി അതാണ്. 2 ലക്ഷം ഉണ്ടെങ്കിലേ തീരുള്ളൂ. അതാണ് കാര്യം. അപ്പൊ അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പേർക്ക് ചെലവ് ചെയ്യാൻ പറ്റും? അലോപ്പതിയിലാണെങ്കിൽ അവർക്ക് ഫണ്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, നമുക്കില്ല. അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും അത് പരിഹരിക്കേണ്ടതുണ്ട്. പിന്നെ നമസ്കാരം, ഡോക്ടർ അനിൽകുമാർ. ഓക്കെ, ഞാൻ ക്ലാസ് കുറച്ച് വൈകിയാണ് സന്തോഷ് ഡോക്ടർ ക്ലാസ് കേട്ടത്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാണ്. ഞാൻ മൂന്ന് നാല് പല്ല് പോയി, ഇംപ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇംപ്ലാന്റ് പല്ലെടുക്കാൻ വേണ്ടി പോയപ്പം പല്ലൊക്കെ എടുത്ത് സൈലോക്കൈനൊക്കെ തന്ന് മരവിപ്പിച്ചിട്ട് പല്ലെടുത്തിട്ട് ഓക്മെന്റിൻ തൊട്ട് 2-3 മരുന്നൊക്കെ കുറിച്ച് തന്നു. ഞാൻ ഒരു മരുന്നും എടുത്തില്ല. അപ്പൊ ഡെന്റൽ ഡോക്ടർ പറഞ്ഞു ഇത് എടുത്തേ പറ്റുള്ളൂ, ഇത് എടുത്തില്ലെങ്കിൽ മറ്റേ പഴുത്തു പോവും, മറ്റേ ആളും പറഞ്ഞ. ഞാൻ ആർണിക്കയും 200 കഴിച്ചുകൊണ്ടാണ് പോയത്. അന്ന് വൈകിട്ട് തന്നെ ഈ ചെറിയ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഈ ആർണിക്കയും കഴിച്ചുകൊണ്ട് ഞാൻ പോയി ക്ലിനിക്കിൽ പോയി പേഷ്യന്റിനെ നോക്കി. നെക്സ്റ്റ് ഡേ 1.5 ദിവസമായപ്പോൾ കംപ്ലീറ്റ് നീരും വലിഞ്ഞു പോയി, നോർമലായി. അടുത്ത സിറ്റിങ്ങിൽ ഞാൻ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയപ്പം ഡോക്ടർ തന്നപ്പോൾ പറഞ്ഞ മരുന്നൊക്കെ കഴിച്ചിരുന്നോ? ഞാൻ പറഞ്ഞു ഡോക്ടർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാന്ന് പറഞ്ഞപ്പോൾ പുള്ളി പ്രസ് ചെയ്ത് നോക്കിയിട്ട് അയ്യോ ഇത് കംപ്ലീറ്റ് ഹീലായി. ഞാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞ ഒരു മരുന്ന് ഞാൻ കഴിച്ചില്ല, ഞാൻ ഓൺലി ഹോമിയോ മെഡിസിൻ മാത്രമേ കഴിച്ചുള്ളൂ. ആർണിക്ക 200 മാത്രമേ കഴിച്ചുള്ളൂ, വേറെ ഒറ്റ മെഡിസിൻസും കഴിച്ചില്ല. അപ്പം പിന്നെ കലഡുല ടിഞ്ചർ വെച്ചിട്ട് ഞാൻ എക്സ്റ്റേണൽ ഒരു ഗാർഗിളിംഗ് കൂടെ നടത്തിയിരുന്നു. ഇത്ര തന്നെ ചെയ്തത്. അപ്പോൾ 100% റിസൾട്ടാണ്. ഞാൻ തന്നെയാണ് ഒരു എവിഡൻസ്. അതെ ഡോക്ടർ, ഞാൻ അതാ പറഞ്ഞത്. ഇവിടെ എന്താ ഉണ്ടെങ്കിലും പക്ഷെ ഇപ്പൊ സന്തോഷ് ഇതിപ്പോ പറഞ്ഞാൽ പറയും നമ്മള് എന്താ പറയുക, ഇതൊന്നും എന്താ സയന്റിഫിക്കലി പ്രൂവൺ അല്ലെന്നായിരിക്കും അടുത്ത പറയാം. ഡോക്ടറെ അവിടെ പറയണ്ടല്ല, സന്തോഷ് ഡോക്ടറാണ് ശരി. അതിന്റെ എക്സ്പേർട്ടുമായിട്ട് കണക്ട് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഉദ്ദേശം. തീർച്ചയായിട്ടും നമുക്കിപ്പോ ഒരു സിസ്റ്റത്തിന് ഫൈറ്റ് ഒന്നും അല്ല വേണ്ട. നമ്മുടെ സിസ്റ്റം ഇതിന്റെ എഫിക്കസി എത്രത്തോളം ഉണ്ട് അത് പ്രൂവ് ചെയ്യാം. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് കൂടുതൽ കിട്ടും. തീർച്ചയായും ഇത് ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്തതാണ്. അത് പോരാ, ഞാൻ അതാ പറഞ്ഞത്. നമുക്ക് ഷഫീഖ് ഡോക്ടറെ കേൾക്കാൻ. ഓക്കെ. അല്ല, നമ്മുടെ ഹോമിയോ മെഡിസിൻ ഈ ഡെന്റിസ്ട്രിയിൽ ഭയങ്കര എഫക്റ്റ് ആണെന്നുള്ള ഒരുപാട് തെളിവുകളുണ്ട് നമുക്ക്. ഇപ്പൊ എന്റെ അടുത്തൊരു പേഷ്യന്റ് വന്നത് യഥാർത്ഥത്തില് ഒരു അമ്മയും കുഞ്ഞുമാണ് സ്ഥിരമായിട്ട് എന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തവണ വന്നപ്പോ ആ അമ്മയുടെ അമ്മ ആ കുട്ടിയുടെ അമ്മുമ്മ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് മരുന്നുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ജസ്റ്റ് ചോദിച്ചു ഡോക്ടറെ എനിക്ക് പല്ല് ഭയങ്കര വേദന, പക്ഷെ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവരെന്റെ BP നോക്കിയിട്ട് പല്ല് എടുക്കുന്നില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ പെയിൻ കില്ലർ കഴിച്ചും ഇതായിട്ടിരിക്കുകയാണ്. അവസാനം ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ 2 മരുന്ന് തരാം, നിങ്ങൾ അത് കഴിച്ചു നോക്കാന്ന് പറഞ്ഞ് ഞാൻ വെറും ബെൽഡോണയും മർസോളുമാണ് കൊടുക്കുന്നത്. എന്താണെങ്കിലും 3 വർഷം കഴിഞ്ഞ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവര് ഈ പ്രശ്നം വരുമ്പോ എൻ്റെ അടുത്ത് വന്ന് മരുന്ന് വാങ്ങും. സുഖമായിട്ട് അവർ 3 കൊല്ലാണ്ട് പല്ലും എടുത്തിട്ടില്ല, ഇപ്പൊ അവർക്ക് പല്ല് വേദനയില്ല. അതുപോലെ ഈ മൈക്രോ സർജറി എന്നും പറഞ്ഞുകൊണ്ട് അവർ ഗംസിലൊക്കെ ചെയ്യുന്ന അതിനൊക്കെ നമുക്ക് എഫക്റ്റീവ് മെഡിസിൻ ഉണ്ട്. അവർ എത്രയെങ്കിലും പൈസ ചാർജ് ചെയ്യുന്നതാണ്. എൻ്റെ ഒരു മരുന്ന് കഴിച്ചൊരു DVSP പുള്ളിക്ക് മൈക്രോ സർജറി ഒക്കെ നടത്തുമെന്ന് പറഞ്ഞ് ആരോ പറഞ്ഞിട്ടാണ് നമ്മുടെ മരുന്ന് കഴിച്ച് ആരോ പറഞ്ഞിട്ട് വന്നു. പക്ഷെ ഇന്ന് വരെ പുള്ളി ചെയ്തിട്ടില്ല. പുള്ളി ഇപ്പൊ എവിടെ വെച്ച് കണ്ട, ഇപ്പൊ പുള്ളി ഇപ്പൊ റിട്ടയർ ആയി, എങ്കിലും എവിടെ വെച്ച് കണ്ടാലും വലിയ കാര്യമാണ്. ഡോക്ടർ എന്റെ പല്ലും മോളെയൊക്കെ ശരിയാക്കി തന്നാണെന്ന് പറയും. അപ്പൊ ഇതുപോലെ നമുക്ക് ഹോമിയോപ്പതിയിൽ ഒരുപാട് സ്കോപ്പ് ഇതിലുണ്ട്. അത് പിന്നെ അലോപ്പതി ഡോക്ടർമാര് ഹോമിയോ ഡോക്ടർമാരടുത്ത് റെഫർ ചെയ്യുമെന്നുള്ള ഒരുപാട് തെളിവുകളുണ്ട്. ഒരുപാട് ഡോക്ടർമാർ നമുക്ക് പറഞ്ഞു വിടുന്നുണ്ട്. നമ്മൾ ചോദിക്കും നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് വന്നത്, ഇത്രയും ദൂരെ നിന്ന് അവിടെയൊക്കെ ഹോമിയോ ഡോക്ടർമാരുണ്ട്, അത് ഇന്ന ഡോക്ടർ പറഞ്ഞു. അപ്പൊ നമുക്ക് അതിശയം തോന്നും. അപ്പൊ അതുകൊണ്ട് അവര് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ എല്ലാരും അംഗീകരിക്കുന്നില്ല. കുറച്ചു പേരൊക്കെ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് അത് നല്ല രീതിയിൽ ആക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുക. നമ്മുടെ വിലയും നിലയും അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതെ, അതാണ് വിലയും നില, അതാണ് കറക്റ്റ് വാക്ക്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ശരിക്കും ഹോമിയോപ്പതി ശ്രദ്ധിക്കേണ്ട ചില മേഖലയുണ്ട്. ഒന്ന് ഈ പറഞ്ഞ നേത്രരോഗങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ബോംബെയിൽ നമ്മുടെ ഡോക്ടറുണ്ട്, IFPH മുമ്പ് വന്നിട്ടുണ്ട്. പുള്ളി ഏതോ മെഡിക്കൽ ക്യാമ്പുകളിലൊക്കെ അവരുടെ അസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ട് അവർ ഡോക്ടറാണ് അറിയാതെ പുള്ളി നുഴഞ്ഞു കയറിയതാണ്. പഠിച്ചൊരു മിടുക്കൻ ഡോക്ടറുണ്ട്, IFPH വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജെറിയാട്രിക് ക്ലിനിക്, കാരണം കേരളത്തിൽ ഇപ്പം വയസ്സന്മാരുടെ എണ്ണം വളരെ കൂടി വരികയാണ്. ഇതിന് 2 or 3 years അത് 60 lakhs ആവും. അപ്പൊ നമുക്ക് അതിന് സെപ്പറേറ്റ് ഒരു മേഖല തുടങ്ങുന്നത് നല്ല. അതുപോലെ സ്പോർട്സ് മെഡിസിൻ, മെഡിക്കൽ ടൂറിസം, ഇങ്ങനെ വിവിധ മേഖലകളിലേക്ക് വളരേണ്ടതുണ്ട്. വളർന്നാൽ മാത്രമേ, ഇല്ലെങ്കിൽ ബഡ്ജറ്റ് അലോക്കേഷൻ കുറഞ്ഞു പോകും. 10,000 കോടി ആപ്പാട് നമുക്ക് 100 കോടി ഇട്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള സബ്സ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അത് ചെയ്യുന്ന മോശമായിട്ടല്ല. മുസ്തഫ സാർ എന്തെങ്കിലും പറയാനുണ്ടോ സാറേ? മുസ്തഫ സാർ സംസാരിക്കാനുണ്ടോ?
ബ്ലൈൻഡ്നെസ് എന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു ഈ അടുത്ത്. ആ. ഒരു കാഫ് ആ തീരെ ബ്ലൈൻഡ് ആയി പോയി. ഓക്കെ. ആ ആ ഒരു 3 വീക്സ് കൊണ്ട് അത് നോർമലായി. ഓ വെരി ഗുഡ്. പുല്ല് തിന്നാൻ തുടങ്ങി. ആ. അല്ലെ പുല്ല് വായിൽ വെച്ചു കൊടുത്താൽ മാത്രമായിരുന്നു തിന്നാറുള്ളൂ. ഓ അതാണ് സാറ് ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ മനുഷ്യർക്ക് അസുഖം വന്നാൽ നോക്കാളുണ്ട്, മൃഗങ്ങൾക്ക് ആരുണ്ട്? അപ്പൊ സാറിന്റെ പ്രവൃത്തി നമ്മുടെ എത്രയോ ഉയരത്തിലാണ്, വളരെ വളരെ അതിക്കും മേലെയാണ് സാറിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ സാറേ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ തീർച്ചയായിട്ടും പറയുക. ഇതിനു വേണ്ടി തന്നെ വെച്ചതാണ് ഈ ഒരു സെഷൻ. നമുക്കിനി 12-ാം തീയതി എന്റർപ്രനർഷിപ്പിനെ കുറിച്ച് പാർട്ട് 2 നമ്മൾ കഴിഞ്ഞ വർഷം വെച്ചാണ്, പിന്നെ വെക്കാൻ പറ്റിയില്ല. അത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ 21-ാം തീയതി ദേശീയ മാതൃഭാഷാ ദിനമാണ്. അന്നൊരു പ്രത്യേക സെഷൻ മലയാളത്തിലുണ്ട്. പിന്നെ 13-ാം തീയതി റേഡിയോ ദിനം പ്രമാണിച്ചൊരു പരിപാടി വെച്ചിട്ടുണ്ട്. 28-ാം തീയതി ശാസ്ത്ര ദിനം പ്രമാണിച്ച് പ്രത്യേക പരിപാടിയുണ്ട്. മാർച്ച് 8-ന് വനിതാ ദിനം പ്രമാണിച്ചും പ്രത്യേക പരിപാടിയുണ്ട്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റും നടക്കുന്നത് നമ്മൾ അറിയണം. ഡോക്ടർ എന്ന് പറയുമ്പോൾ സ്കോളർ, പണ്ഡിതൻ എന്നാണ് പാർക്കിൽ പറഞ്ഞിട്ടുള്ളത്. പാർക്കിന്റെ ബുക്കൊക്കെ അറിയാം. അപ്പം വിവിധ മേഖലകൾ, ഭാഷ ഉൾപ്പെടെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. അത് ഡെവലപ്പ് ചെയ്യാൻ കൂടിയാണ് IFP ശ്രമിക്കുന്നത്. ശൈല ഡോക്ടർ എന്ത് പറയുന്നു? അൺമ്യൂട്ട് ചെയ്യും ഡോക്ടർ, അൺമ്യൂട്ട് ചെയ്യും. ശേഷം അൺമ്യൂട്ട് ചെയ്യും ഡോക്ടറെ. വിശേഷാൽ പരിപാടികളുടെ ഘോഷയാത്ര കേട്ട് ഇങ്ങനെ അന്തം വിട്ടിരുന്നത്. എന്തായാലും ഇത്രയും പരിപാടികൾ ഡോക്ടർ ഒപ്പിച്ചിട്ടുണ്ടല്ലോ, വളരെ നല്ല കാര്യം. ഇത് സന്തോഷ് കുമാർ ഡോക്ടറുടെ ക്ലാസ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കിട്ടുന്ന ക്ലാസ് ആണ്. നമ്മളെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലൊക്കെ പറ്റുമെങ്കിൽ ഇങ്ങനെ ഒരു ദന്തൽ വിഭാഗം തന്നെ തുടങ്ങി കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോഴൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലാകുമ്പോഴത്തേ അത് കുറച്ചും കൂടി അതില് റിസർച്ചും ആളുകൾക്ക് ഒന്നുകൂടി ഒരു വിശ്വാസവും ഒക്കെ തുടങ്ങാൻ, ഒരു അംഗീകാരം കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഹോമിയോപ്പതിക്ക് പല്ല് മുളയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ. ഡോക്ടർ ശങ്കരനാരായണൻ സംസാരിക്കാനുണ്ടോ? സാർ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യാമോ സാർ? ക്യാമറ ഓഫ് ചെയ്യുന്നു. മനോജ് ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പറയൂ ഡോക്ടർ, പറയൂ. നമുക്ക് ഈ ജീറിയാട്രിക് ക്ലിനിക്കും മറ്റ് നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ക്ലിനിക്കുകൾ ഉണ്ടല്ലോ. അതിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഈ ദന്തൽ ക്ലിനിക്കുകൾ നമുക്ക് ഹോസ്പിറ്റലുകളിലും തുടങ്ങാം, സ്പെഷ്യൽ ക്ലിനിക്കായിട്ടേ. അപ്പൊ നല്ലൊരു സ്കോപ്പുള്ള ഒരു വിഭാഗമാണ് ഇത് എന്നെനിക്ക് തോന്നുന്നു. സാറ് ക്ലാസ് അത് കേട്ടപ്പോൾ ആ വഴിക്കെല്ലാം ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ക്ലാസ്സിന് സാറിന് വളരെയധികം എന്റെ നന്ദി രേഖപ്പെടുത്തിയാണ്, ഔദ്യോഗികമല്ല. അതെ, നമ്മൾ ഈ സ്പോർട്സ് മെഡിസിൻ മുമ്പ് ഒരു ശ്രമം നടത്തി, പക്ഷെ വിജയിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ജീവിതരായ സ്പോർട്സ് സ്കൂൾ, ഒരുപാട് സ്പോർട്സ് സ്കൂളുകളുണ്ട്. അവിടെ ഇത് കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. മറിയാമ്മ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ ഡോക്ടറെ? മറിയാമ്മ ഡോക്ടറെ. നമസ്കാരം സന്തോഷ് ഡോക്ടറെ. ഡോക്ടറുടെ ക്ലാസ് വളരെ ഭംഗിയായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഡോക്ടറുടെ ആ എക്സ്പീരിയൻസ്, കൊടുത്തിരിക്കുന്ന മെഡിസിൻസും ഒക്കെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് എടുത്തു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഇങ്ങനെയുള്ള ഡോക്ടർ പറഞ്ഞല്ലോ, ആൻസൈറ്റി, ഫിയർ, ഇൻഫ്ലമേഷൻ, ഹീലിംഗ്, ഇങ്ങനെയുള്ള എല്ലാത്തിനും, ജിഞ്ചൈറ്റിസ്, എല്ലാത്തിനും മെഡിസിൻ കൊടുത്തുള്ള എക്സ്പീരിയൻസ് ഡോക്ടർക്കുണ്ടല്ലോ. അതും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാമെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഉപകാരമായിരിക്കും. ഒരു ക്ലാസ് കൂടെ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അത് അടുത്തൊരു ക്ലാസ്സോട് കൂടി അതിൽ വരുന്നതായിരിക്കും. അപ്പൊ ഇത് ഇവിടെ കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യന്റ് ഇൻഫ്ലോ വളരെ കൂടുതലായിരിക്കും. ശരിയല്ലേ? മാത്രമല്ല, അവിടെ 9 ചെയർ ഉണ്ടെങ്കിൽ പോലും അവിടെ വരുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. ഇവിടെ അതല്ല, കോളേജാ. അപ്പൊ ഞങ്ങൾക്ക് എക്സ്പോഷർ കുറച്ച് കൂടുതൽ കിട്ടും. എനിവേ, ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കൂടെ ഈ ഡെന്റൽ ഇതിന്റെ മെഡിസിൻസ് പാർട്ടിലേക്ക് ഒരു പ്രാവശ്യം വരാം. വലിയ ഉപകാരം സാറേ. ഈ PMS നമുക്ക് അടുത്താണല്ലോ തിരുവനന്തപുരത്ത്. ഭയങ്കര കോളേജാ, വളരെ നല്ലതാ. കാരണം ഇതിലൊക്കെ ഈ ചെയർമാനൊക്കെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാലും അവരൊന്നും അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇത്രയും ചെയർമാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പോലും 1-2 ഡോക്ടർമാരെ സംസാരിച്ചുള്ളൂ.
ഇതെല്ലാം ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് എന്നോട് വന്ന് പറയുന്നത്. കാരണം അപ്പോഴും അവർക്കെല്ലാം ഓപ്പണായിട്ട് ഹോമിയോപ്പതിയെ സപ്പോർട്ട് ചെയ്യാൻ പലർക്കും ഒരു വിമുഖതയുണ്ട്. മനസ്സിലായോ? പിന്നെ ഇറങ്ങി വന്നതിന് ശേഷം പറഞ്ഞു ഞാൻ മരുന്ന് കൊടുക്കുന്നു, ഞാൻ ഇന്ന ആളെ കാണുന്നു, ഇന്ന ഡോക്ടറെ ഞാൻ റെഫർ ചെയ്യുന്നു, എല്ലാവരും പറയുന്നുണ്ട്. അപ്പം അവർക്കെല്ലാം താല്പര്യമുണ്ട്, പക്ഷെ ഓപ്പൺ ആയിട്ട് പറയാൻ അവർക്കൊരു ഒരു വൈമനസ്യം. ദാറ്റ്സ് ഓൾ. അല്ല, അവര് മരുന്ന് കൊടുക്കുന്നു, ഹോമിയോപ്പതി മരുന്ന് എങ്ങനെ കൊടുക്കുന്നു അവര്? അവര് വെറുതെ ആർണിക്ക കഴിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് ആർണിക്ക കഴിക്കൂ. ഞാൻ അത് ആർണിക്ക അവിടെ നിന്ന് വാങ്ങി കഴിക്കാൻ പറയുന്നുണ്ട് സാർ, എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളൊരു ഹോമിയോ ഡോക്ടറെ അടുത്ത് വിടാൻ, അതിനാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഞാൻ പറഞ്ഞു അതിനു വേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വരുന്നത്. ഓക്കെ, ശങ്കരനാരായണൻ സാറേ സംസാരിക്കാമോ? ഒരു മിനിറ്റ്, ശങ്കരനാരായണൻ ഡോക്ടർ സംസാരിക്കാമോ? ധാരാളം കേസുകളിൽ പല്ലുവേദനന്റെ കംപ്ലൈന്റ് കൊടുക്കാറുണ്ട്, നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. ഓക്കെ, ഡോക്ടർ എവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്? എവിടെയാണ്? ഞാൻ വളയഞ്ചിറങ്ങര എന്ന് പറയുന്നത് 40 വർഷമായി അവിടെ. 38-40 വർഷം. എവിടെയാണത്? അത് പെരുമ്പാവൂർ മൂവാറ്റുപുഴ റൂട്ടിലാണ്. എന്റെ വൈഫും മകനും ഒക്കെ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആണ്. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. സന്തോഷ് ഡോക്ടർ പറഞ്ഞ കണക്ക് മകനെ, അതാണ് ഈ പറച്ചില് മാത്രമല്ല പ്രവർത്തിക്കാനുള്ള കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഭാഗ്യം കൂടെ ഉണ്ട്. ഡോക്ടർ മകനും ഹോമിയോ പഠിക്കില്ല, കുലശേഖരത്തല്ലേ? എവിടെ? കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ, യെസ്. അതുപോലെ ഡോക്ടർ മകനും MD കഴിഞ്ഞിട്ടിരിക്കുന്ന ആളാണ്. അറിയാമോ ഡോക്ടറെ? ബാക്കി പറയൂ. അല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് പല്ലെടുത്തതിന് ശേഷം അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞൊരു പേഷ്യന്റിനെ ഹോമിയോപ്പതി മരുന്ന് കഴിക്കാനായിട്ട് വിട്ടു. അങ്ങനെ അവർ എൻ്റെ അടുത്ത് വന്ന് മരുന്ന് വാങ്ങിച്ചു. ഇന്നടത്തുനിന്നല്ല, ഹോമിയോപ്പതി മരുന്ന് നിങ്ങൾ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു വിട്ടു. ഓക്കെ, അതെ. ഇതില് നമ്മളെ കൂടെ രക്ഷപ്പെട്ട ഏറ്റവും വലിയൊരു ആളിരിപ്പുണ്ട് കൂടെ, ഡോക്ടർ ഹ്യൂബർട്ട്. ട്രിവാൻഡ്രം ഡെന്റൽ കോളേജിൽ പോയിട്ട് ബോണൊക്കെ കട്ട് ചെയ്ത് മാറ്റി. എല്ലാവർക്കും അറിയാം, സന്തോഷ് ഡോക്ടർക്ക് അറിയാമല്ലോ. എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ജീവിക്കുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ ലിവിങ് ഇതാണ്. ഇതാ ഇരിപ്പുണ്ട് ആള്, മുമ്പ് തന്നെ ഇരിപ്പുണ്ട്, ഇപ്പൊ സംസാരിച്ച ആളുകല്ല. അത് ഭയങ്കര ഒരു എന്താ ഹോമിയോപ്പതിയുടെ ഒരു വലിയ എന്താ മിറാക്കിൾ ക്യൂർ ആണ്. ഇതിലും വലിയ എവിഡൻസ് എന്ത് വേണം? എന്ത് എവിഡൻസ് വേണം? ആള് നമ്മുടെ കൂടെ തന്നെ ഇരിപ്പുണ്ട്. എന്താ ഹ്യൂബർട്ട് ഒന്നും മിണ്ടുന്നില്ല. പേപ്പർ എവിഡൻസ് മതി, ആള് വേണമെന്നില്ലല്ലോ. അല്ല, ഇത് ആള് എവിഡൻസ് ആണ്. ആ ഇരിപ്പുണ്ട്, ആ ചിരിക്കുന്നുണ്ട്, ആ ചിരിച്ചോണ്ടിരിപ്പുണ്ട്. അത് RCCയിലും ട്രിവാൻഡ്രം ഡെന്റൽ കോളേജിലും RCCയിലും കേരളത്തിലുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള 6 ഡോക്ടേഴ്സ് ഒരേപോലെ പറഞ്ഞതാണ് എന്റെ പകുതി താടിയെടുത്ത് കളയണം. കയ്യിലുണ്ടോ ഡോക്ടറെ? ഉണ്ട്. ഇവിടെ അന്ന് ഇവിടെ കാണിച്ചല്ലോ. എവിടാ നമ്മുടെ മീറ്റിംഗ് നടന്നില്ല ട്രിവാൻഡ്രത്ത് മിനിസ്ട്രി ലെവലില്? അന്ന് നമ്മള് ഒരു 1/4 മണിക്കൂറോളം ഞാൻ കയറി തകർത്തില്ലേ. തകർത്തോടുകൂടി എല്ലാരും ഇരുന്നു. ഞാൻ എവിഡൻസ് ഒക്കെ പൊക്കി പിടിച്ചോണ്ടല്ലേ ഞാൻ എല്ലാം പറഞ്ഞത്. അതോടുകൂടി എല്ലാരും ഇരുന്ന് തീർന്നിട്ട് ആകെ ആരെയും അനുവദിച്ചില്ലായിരുന്ന, ആർക്കും ഇതുപോലും കൊടുത്തില്ല. ഇത് കേട്ട് എല്ലാരും അങ്ങ് ഇരുന്നു പോയി. കുറച്ച് കഴിഞ്ഞിട്ടാണ് മിനിസ്റ്റർ പറയുന്നത്, ഞങ്ങൾ അതിന്റെ ആ ഫീലിങ്ങോട് കൂടി അങ്ങ് ഇരുന്നു പോയി, ഒരുപാട് സമയം അങ്ങ് പോയി പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം വളരെ മാറ്റം ഉണ്ടായി നമ്മുടെ നിലപാടുകളിൽ. നമ്മുടെ ഇന്നത്തെ പരിപാടി സാർത്ഥകമായി വിശ്വസിക്കുന്നു. അതിന് നന്ദി പറയാനായിട്ട് മറിയാമ്മ ഡോക്ടർ ക്ഷണിക്കുന്നു. മറിയാമ്മ ഡോക്ടറെ. നന്ദി മനോജ് ഡോക്ടറെ. എന്തായാലും ഇത്രയും നല്ലൊരു ക്ലാസ് നമുക്ക് എടുക്കുകയും എല്ലാവരെയും ഈ ഒരു ഭാഗത്തിലേക്ക് ചികിത്സയ്ക്ക് കൂടുതൽ താല്പര്യത്തോടെ വരുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സന്തോഷ് ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. വീണ്ടും സാറിന്റെ ക്ലാസ് എത്രയും വേഗം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി. പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്.